ഓം ശന്നോ മിത്രഃ ശം വരുണഃ ശന്നോ ഭവത്വര്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഛന്ദസാം വൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോऽധിമൃതാत् സംബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിജർഷണം ജിഹ്വാ മേ മധുമത്തമാം കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണഃ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അഹം വൃക്ഷസ്ഥിരേരിവ കീർത്തിഃ പൃഷ്ടം ഗിരേരിവ ഊർധ്വപവിത്രോ വാജിനീവാശ്വമൃതമസ്മി ദ്രവിണഗും സവർച്ചസം സുമേധാ അമൃതോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുത്തെ മന്ത്രം ചെറുങ്ങനെ പറഞ്ഞു തുടങ്ങുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം. ഓം എന്നുള്ളത് ഈ മന്ത്രത്തിന്റെ ഭാഗമൊന്നല്ലത്. ഓക്കെ, പിന്നെ തുടങ്ങുന്നതായതുകൊണ്ട് അവർ ഓം എന്ന് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ. പൂർണ്ണമദഃ പൂർണ്ണമിദം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഈ മന്ത്രം ഈ ഉപനിഷത്തിന്റെ ഭാഗമേ അല്ലത്. ഓക്കെ, ഇത് ശുക്ലയജുർവേദീയ ഗ്രന്ഥമായത് കൊണ്ട് മാത്രം ഈ മംഗള ശ്ലോകത്തിന്റെ രൂപത്തിൽ ഇത് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ അതായത് ഇത് മന്ത്രഭാഗമാണ്. ഇതിന്റെ ബ്രാഹ്മണ ഭാഗമായിരിക്കുന്ന ബൃഹദാരണ്യകത്തിലെ മന്ത്രമാണ്. എന്താണ് പൂർണ്ണം? ആദ്യത്തെ പദമാണ് പൂർണ്ണം. അദഹ എന്ന് പറഞ്ഞാല് അത് എന്നർത്ഥം. അത് പുംസലിംഗമാണ്, അധശബ്ദമാണ്. അദഹ, അത് പൂർണ്ണമാണ്. അതുകൊണ്ട് പൂർണ്ണമിതം, ഇതും പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കുന്ന വസ്തുവിനെയാണ് പൂർണ്ണം എന്ന് പറയാം. നിങ്ങൾ ഈ ലെവലിലെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെ? ടെക്നിക്കൽ സൈഡ് വെച്ചിട്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് പൂർണ്ണം ഇത് പൂർണ്ണം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ അടുത്ത പറ എന്നുള്ള കണ്ടീഷനിലാവും. പൂർണ്ണം ദേശ പരിച്ഛേദമോ കാലപരിച്ഛേദമോ വസ്തു പരിച്ഛേദമോ ഇല്ലാത്ത വസ്തുവാണ് പൂർണ്ണം. അതായത് ആ വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ടൊരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു വസ്തുവിനാൽ ഈ വസ്തു പരിച്ഛിന്നമായി പോയേനെ. ഘടത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു പടം ഇരിക്കുന്നത് കൊണ്ട് ആ പടത്താൽ ഘടം പരിച്ഛിന്നമായി പോകും എന്ന് പറഞ്ഞാല് സർവമായിട്ട് ആ ഘടം ഇരിക്കത്തില്ല. അതിന്റെ വിഘാതകനാണ് ഇപ്പോൾ പടം. പടം ഘടത്തിന്റെ അവധിയായിട്ട് മാറും രണ്ട് വസ്തു കയറി വന്നാൽ. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പരസ്പര ഭേദം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ വസ്തുവിനാലുള്ള ഒരു പരിച്ഛേദം നേരിടുന്ന അർത്ഥം. എവിടെയാണോ രണ്ട് വസ്തു വന്നു കയറുന്നത് അവിടെ പരസ്പരം ഘടത്താൽ പടവും പരിച്ഛിന്നമായി പോവും, പടത്താൽ ഘടവും പരിച്ഛിന്നമായി പോവും. പിടികിട്ടുന്നുണ്ടോ? വേറൊരു വസ്തു വന്നു കയറിയാൽ അത് മാത്രമാണ്. ഇപ്പോൾ ഘടം മാത്രമാണെങ്കിൽ പടാതി ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ ഘടത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു പടം ഉണ്ടെങ്കിൽ ഇവ പരസ്പരം പരിച്ഛിന്നമായി പോയി. അതായത് ഘടത്തിന്റെ പരിച്ഛേദകൻ എന്ന് പറഞ്ഞതർത്ഥം അതിന്റെ സർവത്വത്തെ ഒഴിവാക്കുന്നവൻ. അവൻ സർവമായിട്ട് നിൽക്കത്തില്ല. ഘടം സർവമാവാതിരിക്കാൻ കാരണമാണ് പടം. അതെന്തുകൊണ്ടാ?
പടപ്രതിയോഗിക ഭേദം ഘടത്തിൽ വന്നാൽ അഥവാ ഘടപ്രതിയോഗിക ഭേദം പടത്തിൽ വന്നാൽ ഒരു വസ്തു അവിടെ സർവമായിട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ മാത്രമായിട്ടിരിക്കത്തില്ല. അപ്പൊ മറ്റൊരു വസ്തു വരുമ്പോൾ എന്ത് പറ്റും? വസ്തു പരിച്ഛേദം വരുന്നു അർത്ഥം. ഇപ്പോൾ ഘടത്തിൽ നിന്ന് ഭിന്നമായിട്ട് പടം വന്നാല് ഘടത്തില് പടത്തിന്റെ പരിച്ഛേദം വന്നു കയറും. ഇപ്പൊ നൈയായികന്മാര് പറയാ വസ്തു പരിച്ഛേദം എന്നാണ്. ഓക്കെ, ഈ വസ്തു പരിച്ഛേദത്തെ അല്ല, ഇങ്ങനെ പറയണം. വസ്തു പരിച്ഛേദത്തെ നൈയായികന്മാർ എന്ത് പറയും? അന്യോന്യഭാവ പ്രതിയോഗിത്വം എന്ന് പറയും. അല്ല, ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകണോ? ഞാൻ ഇന്നിങ്ങനെ പറഞ്ഞിട്ട് നാളെ ഈ സ്റ്റെപ്പ് വെച്ചെന്നാ മതിയോ? വേണമെങ്കിലും ഒരു പെരിഫറലായിട്ട് കേട്ടോ, എന്നിട്ട് ഡീറ്റെയിൽ നാളെ തരാം. ठीक, ഒരു പരിചയത്തിന്. നൈയായികന്മാർക്ക് ഒരു പ്രത്യേക ശബ്ദപ്രയോഗമുണ്ട്. അതായത് പ്രത്യേക ശബ്ദപ്രയോഗം എന്ന് പറയാൻ കാരണം അവർ ഒരു കാര്യം പറയുമ്പോൾ ഇനി അതിന്റെ അങ്ങനെയോ ആവാം ഇങ്ങനെയോ ആവാന്നൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ ശബ്ദത്തെ ക്രോഡീകരിച്ച് സംസാരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വസ്തുപരിച്ഛേദം എന്ന് പറഞ്ഞാല് അന്യോന്യഭാവ പ്രതിയോഗിത്വം എന്നർത്ഥം. അന്യോന്യഭാവം എന്ന് പറഞ്ഞാൽ ഭേദം എന്നർത്ഥം. ഭേദത്തിന്റെ പ്രതിയോഗി. ഇപ്പം ഘടത്തിന്റെ ഭേദം പടത്തിലുണ്ട്, പടത്തിന്റെ ഭേദം ഘടത്തിലുണ്ട്. പരസ്പര ഭേദമുണ്ട്. ഒന്നൊന്നിൽ നിന്ന് ഭിന്നമാണല്ലോ. ഘടത്തിൽ നിന്ന് ഭിന്നം. ഭിന്നം എന്ന് പറയുന്ന അർത്ഥം ഭേദമിരിക്കുന്നത് വേറെ എന്നർത്ഥം. ഘടം വേറെയാണ്, പടം വേറെയാണ്, വേറെ വേറെ ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വേറെ വേറെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അവയിൽ എന്തിരിക്കും? പരസ്പര ഭേദം ഇരിക്കും. ഘടത്തിന്റെ ഭേദം പടത്തിലിരിക്കും, പടത്തിന്റെ ഭേദം ഘടത്തിലിരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഘടത്തിന്റെ ഭേദം പടത്തിലിരുന്നാൽ ആ ഭേദത്തെയാണ് നമ്മൾ അന്യോന്യഭാവം എന്ന് പറയുന്നത്. ഇനി ഞാൻ നോക്കിയോ, ഒരു ഘടം, ഒരു പടം. ഘടത്തിന്റെ ഭേദം പടത്തിലിരുന്നാൽ പടത്തിലിരിക്കുന്ന ഘടഭേദത്തിന്റെ പ്രതിയോഗിയാണ് ഘടം. വന്നോളൂ. ഘടത്തിന്റെ ഭേദം പടത്തിലിരുന്നു, പടത്തിലിരിക്കുന്ന ഘടഭേദത്തിന്റെ പ്രതിയോഗിയാണ് ഘടം. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്? യസ്യ അഭാവസ്ഥ പ്രതിയോഗി എന്ന് നൈയായികന്മാർ പറയും. ഏതിന്റെ അഭാവം? അഭാവം 4 പ്രകാരത്തിലുണ്ട്. അന്യോന്യഭാവം, അത്യന്താഭാവം, ധ്വംസം, പ്രാഗഭാവം. ഈ അന്യോന്യഭാവം ഒരു അഭാവമാണ്. ठीक है, യസ്യ ഏതിന്റെ അഭാവത്തെ എടുത്തോ അവൻ പ്രതിയോഗിയാവും. അപ്പം ഘടത്തിന്റെ അന്യോന്യഭാവത്തെ എടുത്തത് കൊണ്ട് ആ അന്യോന്യഭാവത്തിന്റെ പ്രതിയോഗിയാണ് ഘടം. ഓക്കെ, നോക്കിയോ, അന്യോന്യഭാവ പ്രതിയോഗിത്വം എവിടെ ഇരുന്നു? ഘടത്തിൽ. ഇതേപോലെ ഘടത്തില് പടത്തിന്റെ ഭേദമില്ലേ? ഉണ്ട്. അപ്പം ഘടത്തിലിരിക്കുന്ന പടഭേദത്തിന്റെ പ്രതിയോഗി ആരാ? പടം. അപ്പൊ പടത്തിൽ എന്തിരിക്കും? അന്യോന്യഭാവ പ്രതിയോഗിത്വം ഇരിക്കും. രണ്ടിലും അന്യോന്യഭാവ പ്രതിയോഗിത്വം ഇരിക്കുന്നുണ്ട്. ഈ അന്യോന്യഭാവ പ്രതിയോഗിത്വം പറഞ്ഞു കഴിഞ്ഞാൽ 2 വസ്തു സിദ്ധിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഏതെങ്കിലും വസ്തു ഇരുന്നിട്ടുണ്ടെങ്കിൽ ബ്രഹ്മത്തിൽ എന്തിരിക്കും? അന്യോന്യഭാവ പ്രതിയോഗിത്വം ഇരിക്കും. അപ്പം ബ്രഹ്മം പൂർണ്ണമാവോ? ഇല്ല. ഇതിനെന്ത് പറയും? വസ്തു പരിച്ഛേദം ഇരുന്നു എന്ന് പറയും. വേദാന്തി ഇത്രേ പറയത്തുള്ളൂ. ഘടത്തിൽ വസ്തു പരിച്ഛേദം ഇരുന്നത് കൊണ്ട് ഘടം പൂർണ്ണമല്ല. ഇതേപോലെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു വസ്തു ഇരുന്നിട്ടുണ്ടെങ്കിൽ ബ്രഹ്മത്തിൽ എന്തിരിക്കും? വസ്തു പരിച്ഛേദം ഇരിക്കും. വസ്തു പരിച്ഛേദം ഇരുന്നാൽ എന്ത് പറ്റും? അത് പൂർണ്ണമാവത്തില്ല. അപ്പം ബ്രഹ്മം പൂർണ്ണമാണെങ്കിൽ എന്തില്ല? ഉത്തരം പറയാറെങ്കിലും ചോദിച്ചു പറഞ്ഞു പോവാം. വസ്തു പരിച്ഛേദം ഇല്ല. കൊള്ളാം. വസ്തു പരിച്ഛേദം ഉണ്ടാവത്തില്ല. വസ്തു പരിച്ഛേദം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറയാൻ ശ്രമിച്ചോ? ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊരു വസ്തു ഇല്ല എന്നർത്ഥം. അടുത്ത സ്റ്റെപ്പിൽ പൂർണ്ണം എന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, വസ്തു പരിച്ഛേദം ബ്രഹ്മത്തിൽ ഇല്ല. എപ്പോഴാ വരിക അത്? ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊരു വസ്തു ഇല്ലാതിരിക്കുമ്പോൾ. അപ്പം ബ്രഹ്മത്തിൽ നിന്ന് മറ്റൊരു വസ്തു ഭിന്നമായിട്ടില്ലെങ്കിൽ ബ്രഹ്മത്തിൽ വസ്തു പരിച്ഛേദം വരത്തില്ല. ഇതുകൊണ്ട് മാത്രം പൂർണ്ണമാവത്തില്ല. പിന്നെയോ ദേശപരിച്ഛേദവും ഉണ്ടാവാൻ പാടില്ല, കാലപരിച്ഛേദവും ഉണ്ടാവാൻ പാടില്ല. ദേശപരിച്ഛേദം എന്ന് പറയുന്ന അർത്ഥം ഒരു വസ്തുവിന്റെ അഭാവം മറ്റെവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഘടം അതെന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ആ ഘടം വേറെ എവിടെയും ഇല്ല. ठीक है, ഈ ബോട്ടിൽ ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുകയാണ്, ഇത് വേറെ എവിടെയില്ല.
മറ്റൊരു കയ്യിൽ പോലും ഇല്ല. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡില് ഈ ബോട്ടിലിന്റെ അഭാവമുണ്ട്, അല്ലേ? അപ്പൊ മറ്റൊരു ദേശത്ത് ഈ വസ്തുവിന്റെ അഭാവം കിട്ടിയാൽ ഈ വസ്തു ദേശത്താൽ പരിച്ഛിന്നമായി പോയി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇതിനെ നൈയായികന്മാർ പറയും അത്യന്താഭാവ പ്രതിയോഗിത്വം. അതായത് ഈ വസ്തു സംയോഗ സംബന്ധത്തിൽ എന്റെ കയ്യിലാണ്, ഒരു കയ്യിലിരിക്കുകയാണ്, മറു കയ്യില് ഈ വസ്തു ഇരിക്കുന്നില്ല. അപ്പോൾ ഈ വസ്തുവിന്റെ അഭാവം കിട്ടും. അപ്പോൾ വലത് കയ്യിലിരിക്കുന്ന ഈ ബോട്ടിലിന്റെ അഭാവം അത്യന്താഭാവമാണ്. ഈ അത്യന്താഭാവത്തിന്റെ പ്രതിയോഗിയാണ് ഇടത് കയ്യിലിരിക്കുന്ന ഈ ബോട്ടിൽ. ടീക്കെ? അപ്പൊ എന്ത് പറ്റും? ഏതോ ഒരു ദേശത്ത് ഒരു വസ്തുവിന്റെ അഭാവം കിട്ടിയാൽ ആ ദേശത്തില് ഇരിക്കുന്ന അഭാവത്തിന്റെ പ്രതിയോഗി എന്ന് പറഞ്ഞാൽ അത്യന്താഭാവത്തിന്റെ പ്രതിയോഗിയായി മാറും. അപ്പോൾ ഈ ബോട്ടിൽ എന്തിരിക്കും? അത്യന്താഭാവ പ്രതിയോഗിത്വം എന്ന് പറയുന്ന അർത്ഥം ഈ വസ്തുവിന്റെ അഭാവം മറ്റ് പല സ്ഥലങ്ങളിലും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വസ്തു അത്യന്തഭാവത്തിന്റെ പ്രതിയോഗിയായത്. ടീക്കെ? അപ്പൊ അത്യന്തഭാവത്തിന്റെ അത്യന്തഭാവ പ്രതിയോഗിത്വം ഏതിന്റെ അർത്ഥമാണിത്? ദേശപരിച്ഛേദത്തിന്റെ അർത്ഥമാണ് അത്യന്തഭാവ പ്രതിയോഗിത്വം. അപ്പം ബ്രഹ്മ എന്നുള്ള വസ്തു സർവവ്യാപി ആയതിനാൽ ബ്രഹ്മത്തിന്റെ അത്യന്തഭാവം എവിടെയും കിട്ടത്തില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ അത്യന്തഭാവ പ്രതിയോഗിത്വം വരത്തില്ല. ടീക്കെ? അപ്പൊ എന്ത് കിട്ടത്തില്ല? ദേശപരിച്ഛേദവും ബ്രഹ്മത്തിലില്ല. അപ്പോൾ വസ്തുപരിച്ഛേദവും ബ്രഹ്മത്തിലില്ല, ദേശപരിച്ഛേദവും ബ്രഹ്മത്തിലില്ല. ഇനി നോക്കേണ്ടത് എന്താണ്? കാലപരിച്ഛേദം ഉണ്ടോ എന്നുള്ളതാണ്. കാലപരിച്ഛേദം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇരിക്കുകയും മറ്റേതെങ്കിലും ഒരു കാലത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് കാലപരിച്ഛേദം വന്നു കയറുക. അതായത് മുമ്പൊരിക്കൽ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇരിക്കുന്നു, ഇനി ഒരിക്കൽ നഷ്ടപ്പെടുമെങ്കിൽ ആ വസ്തു കാലപരിച്ഛിന്നമായിരിക്കും. ടീക്കെ? നഷ്ടപ്പെടണം നിർബന്ധമില്ല. കാരണം മുന്നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ധ്വംസം എന്നുള്ളത് നൈയായികനെ സംബന്ധിച്ച് വേദാന്തിക്ക് ധ്വംസത്തിനും ധ്വംസം നേരിടും. അപ്പോൾ ചിലത് എന്താണ്? ഉത്പന്നമാവും, ചിലത് നശിക്കും, ചിലത് ഉത്പത്തിയും നേരിടുന്നുണ്ട്, നാശവും നേരിടുന്നുണ്ട്. ഈ വസ്തുക്കളൊക്കെ തന്നെ കാലത്താൽ പരിച്ഛിന്നമാണ്. ഏത് വസ്തുവാണോ എല്ലാ കാലത്തും ഇരിക്കുന്നത് അത് കാലത്താൽ പരിച്ഛിന്നമാവത്തില്ല. അന്നപ്പോൾ ഏത് വസ്തുവാണോ എല്ലാ കാലത്തും ഇരിക്കുന്നത് ആ വസ്തുവിന് പൂർവ്വത്തിൽ അഭാവം ഉണ്ടായിരുന്നില്ല. ഒരു വസ്തുവിന്റെ പൂർവ്വത്തിലുള്ള അഭാവത്തെ നമ്മൾ പ്രാഗഭാവമെന്നും ആ വസ്തു നഷ്ടപ്പെട്ട് ഉണ്ടാവുന്ന അഭാവത്തെ, ഉത്തരകാലത്തെ അഭാവത്തെ ധ്വംസം എന്നും പറയും. അപ്പൊ കാര്യങ്ങൾക്കാണ്, ഇപ്പം ഘടത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ഘടത്തിന് ഉത്പത്തിക്ക് മുന്നേ അഭാവമുണ്ട്, അതിനെ നമ്മൾ പ്രാഗ് അഭാവം എന്ന് പറയും, പൂർവ്വത്തിലുള്ള അഭാവം. ആ ഘടം ഇപ്പോൾ കുലാലൻ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഉടയ്ക്കാൻ പറ്റും. ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ത് പറയും? ധ്വംസം എന്ന് പറയും. ധ്വംസവും ഏതെങ്കിലും ഒരു കാലത്തിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ആ പ്രതിയോഗിയാണ് എന്ന് പറഞ്ഞാൽ ധ്വംസത്തിന്റെയും പ്രതിയോഗിയാണ് ഘടം, പ്രാഗഭാവത്തിന്റെയും പ്രതിയോഗിയാണ് ഘടം. അങ്ങനെ ഇരിക്കുന്ന ഘടത്തിന് കാലികമായിരിക്കുന്ന സംബന്ധമേ ഉള്ളൂ, എല്ലാ കാല സംബന്ധവും ഇതിനില്ല. അതുകൊണ്ട് ഈ ഘടത്തില് എന്ത് പറ്റും? ഒന്നുകിൽ പ്രാഗഭാവത്തിന്റെ പ്രതിയോഗിത്വം കയറി വരും, അല്ലെങ്കിൽ ധ്വംസത്തിന്റെ പ്രതിയോഗിത്വം കയറി വരും. പൂർവ്വത്തിൽ ഈ ഘടം പൂർവ്വകാലത്ത് ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് ഉത്പത്തിക്ക് മുന്നേ ഉള്ള അഭാവത്തെയാണ് നമ്മൾ പ്രാഗഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന പ്രാഗഭാവത്തിന്റെ പ്രതിയോഗിയാണ് ഈ ഘടം. അന്നപ്പോൾ ഈ ഘടത്തില് പ്രാഗഭാവ പ്രതിയോഗിത്വം കയറി വരും. പ്രാഗഭാവ പ്രതിയോഗിത്വം കയറി വന്നാൽ അത് കാലപരിച്ഛിന്നമാണ്. അതേപോലെ ഈ ഘടത്തിന് പിന്നെ ധ്വംസം നേരിടും, നാശം നേരിടും. ആ നാശത്തിന്റെ പ്രതിയോഗിയാണ് ഈ ഘടം. അപ്പൊ ഈ ഘടത്തില് ധ്വംസപ്രതിയോഗിത്വം കയറി വരും. ആ ധ്വംസപ്രതിയോഗിത്വം ഇരുന്നാലും ആ ഘടം കാലപരിച്ഛിന്നമായി മാറും. ഏതിനാണോ പ്രാഗഭാവവും ഇല്ല ധ്വംസവും ഇല്ല അവിടെ പ്രാഗഭാവ പ്രതിയോഗിത്വം വരത്തില്ല, ധ്വംസപ്രതിയോഗിത്വം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ വസ്തു കാലത്താലും പരിച്ഛിന്നമാകത്തില്ല. ബ്രഹ്മ വസ്തുവിന് പൂർവ്വത്തിൽ ഒരു പ്രാഗഭാവവും ഇല്ലായിരുന്നു, ഇനി ഈ ബ്രഹ്മവസ്തു നഷ്ടപ്പെടാത്തത് കൊണ്ട് ധ്വംസവും നേരിടത്തില്ല. അതുകൊണ്ട് പ്രാഗഭാവ പ്രതിയോഗിത്വമോ വരത്തില്ല, ധ്വംസ പ്രതിയോഗിത്വമോ വരാത്തത് കൊണ്ട് കാലപരിച്ഛിന്നമാവത്തില്ല ബ്രഹ്മ. ഇപ്പൊ എന്ത് കിട്ടി? ദേശത്താലും പരിച്ഛിന്നമല്ല, കാലത്താലും പരിച്ഛിന്നമല്ല, വസ്തുവിനാലും പരിച്ഛിന്നമല്ലാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് അതിനെ പൂർണ്ണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനൊന്നും കൂടി സംക്ഷേപിച്ചു കഴിഞ്ഞാൽ വസ്തു പരിച്ഛേദം ഇല്ലാതെ പോകുമ്പോൾ തന്നെ ബാക്കി രണ്ടും കയറി വരും. ടീക്കെ? എന്നുണ്ടോ? രണ്ടാമതൊരു വസ്തുവെ ബ്രഹ്മത്തിൽ ഭിന്നമായിട്ടില്ലെങ്കിൽ
ठीक है. കാലം എന്നുള്ളൊരു വസ്തു പോലും ഇല്ലെങ്കിൽ പിന്നെ എവിടുന്ന കാലപരിച്ഛിന്നം കയറി വരിക? ठीक है. മനസ്സിലാവുന്നുണ്ടോ? ദേശം എന്നുള്ളൊരു വസ്തു ഇല്ലെങ്കിൽ ദേശപരിച്ഛേദം എവിടുന്ന് കയറി വരും? അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉടച്ച് വെക്കാൻ പറ്റും. ആ നിങ്ങളുടെ ആദ്യത്തെ പ്രസംഗമാണ് പൂർണ്ണം. പൂർണ്ണം എന്ന് പറയുന്നത് അർത്ഥമായി ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യം. ഒന്ന് പറഞ്ഞേ. ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യം. ഘടത്തില് ദേശപരിച്ഛേദം ഉണ്ടോ? ഘടത്തില് ഉണ്ട്. നിറനാല് ഘടം ഇരിക്കുന്ന സ്ഥലത്തല്ലേ ഉള്ളൂ. മറ്റു സ്ഥലത്ത് അതിന്റെ അഭാവം ഇരുന്ന് കഴിഞ്ഞാല് ആ ഘടത്തിൽ ദേശപരിച്ഛേദം വന്നു. വസ്തുപരിച്ഛേദമുണ്ട്, കാരണം ഘടത്തിൽ ഭിന്നമായിട്ട് പടാതികളുണ്ട്. കാലപരിച്ഛേദമുണ്ട്, കാരണം എല്ലാ കാലത്തും ഘടമില്ല. ഇത് മൂന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് വസ്തു പൂർണ്ണമാവത്തുള്ളൂ. അധഹ അധഹ എന്നുള്ള ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. അതായത് ചില സ്ഥലത്ത് പദങ്ങൾക്ക് വാച്യാർത്ഥം മതി, പദാർത്ഥം ചിലപ്പോൾ വാച്യമായിരിക്കും. ചില സ്ഥലത്ത് ആ പദത്തിന്റെ അർത്ഥം ലക്ഷ്യമായിരിക്കും. ഇവിടെ നമ്മൾക്ക് അധശബ്ദം കൊണ്ട് എടുക്കേണ്ടത് ലക്ഷ്യപദാർത്ഥത്തെയാണ്. അധഹ എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. അതാരാ? പൂർണ്ണനായിരിക്കുന്ന അവനാരാ? പരമാത്മ. പൂർണ്ണം ഇതം. ഇതം എന്നുള്ളത് സന്നികൃഷ്ട വസ്തുവിനെ പറയാനാണ്. നമ്മുടെ ശരീര സംബന്ധിയായിട്ട് ഞാൻ എന്ന് അഭിമാനിച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്, അവനെയാണ് ഇതം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും നമസ്സലിംഗ ശബ്ദമാണ്. ഇവനും പൂർണ്ണനാണ്. ആരാ ഇവൻ? ജീവന്റെ ലക്ഷ്യ പദാർത്ഥം പൂർണ്ണം. അപ്പൊ അധശബ്ദത്തിന് എന്താ അർത്ഥം? നപുംസകാവുമ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇവനാവുന്നത് എങ്ങനെ? ഇവൻ മലയാളത്തിലല്ലേ? പുരുഷനല്ലേ? ഇപ്പം പിന്നെ അവിടെ എന്ത് പ്രയോഗം നടത്തും? അത് ഇവൻ, അതായത് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇത് എന്ന് പറയേണ്ടി വരും. ഇത് ടീക്കേ, ഇത്രയൊന്നും പോവാതെ ടീക്കേ. അതായത് ഞാൻ ഈ ഇതം എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ആരാണ്? പുരുഷനാണ്. ആത്മാ എന്നുള്ള വസ്തുവാണിത്. അപ്പൊ നമ്മളിവിടെ ആത്മാ എന്നുള്ള വസ്തുവിനെ ഇവൻ എന്നും ആ വസ്തുവിനെ പരമാത്മാവിനെ ആത്മാ എന്ന് പറയുമ്പോൾ അവിടെയും പുല്ലിംഗ ശബ്ദം പ്രയോഗം നടത്താം. ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലത്ത് നപുംസലിംഗ പ്രയോഗം നടത്തിയെന്നുള്ളൂ. പദത്തിനനുസരിച്ചല്ല വസ്തു വരുന്നത്. ടീക്കേ. ധാര എന്നുള്ള ശബ്ദം സ്ത്രീക്കാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് പുല്ലിംഗമാണ്. ടീക്കേ. അതും ബഹുവചനത്തിലാണ്. അപ്പൊ പദം കൊണ്ട് വസ്തു എന്ന് നിർണ്ണയം സംസ്കൃതത്തിലില്ല. പദജാലം നടത്തി നോക്കിയാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പദപ്രയോഗം നടത്തുന്നല്ലാതെ പദത്തിന് പുറകെ പോകുന്നില്ല. ഇതം ഇവിടെ ഇരിക്കുന്ന ഈ ശരീര സംബന്ധിയായിരിക്കുന്ന ആത്മാ, ജീവൻ, ടീക്കേ, എന്ന് പറഞ്ഞാൽ അഹം എന്ന് നമ്മൾ അഭിമാനിക്കുന്നില്ലേ, ഈ വസ്തുവും പൂർണ്ണമാണ്. ഏതൊരു അർത്ഥത്തിലാണ്? അഹം എന്നുള്ള പദത്തിന്റെ വാച്യാർത്ഥം എന്നുള്ളത്, അതായത് ശക്യാർത്ഥം എന്നുള്ളത്, ശക്യാർത്ഥം എന്ന് പറയാം. ശക്യാർത്ഥം എന്നുള്ളത് വിശിഷ്ടനായിരിക്കുന്ന ജീവനാണ്. ഇതിന്റെ ലക്ഷ്യാർത്ഥമാണ് കൂടസ്ഥൻ എന്നുള്ള ശുദ്ധസ്വരൂപം. ഇത് ഇവിടേക്ക് സമാന പ്രസംഗം തത്വമസി എന്നുള്ള വാക്യസ്ഥലത്ത് തത്പദത്താല് ലക്ഷ്യമായിരിക്കുന്ന ബ്രഹ്മവും വാച്യാർത്ഥത്തിൽ എന്ന് പറയുന്നത് ശക്യാർത്ഥത്തിൽ ഈശ്വരനുമാണ് അവിടെ ഗ്രഹിക്കപ്പെടുക. ത്വം എന്നുള്ള സ്ഥലത്ത് ഗൗണം അല്ലാത്ത എന്തുകൊണ്ടാ? ഗൗണം അല്ലാത്തത് ലക്ഷ്യം അർത്ഥം. അതായത് പദങ്ങൾക്ക് അന്വയം, ഐക്യം അന്വയം നടക്കണമെങ്കിൽ ലക്ഷ്യത്തെ എടുത്തേ അവിടെ ഐക്യം അന്വയം നടത്താൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ജീവനും ഈശ്വരനും ഒന്നാണെന്ന് അർത്ഥമില്ല. ജീവനും വിശിഷ്ടനാണ്, ഈശ്വരനും വിശിഷ്ടനാണ്. വിശിഷ്ടന്മാരുടെ വിശേഷണങ്ങൾ തീർത്തും വിലക്ഷണങ്ങളാണ്. കാരണം ആ ഈശ്വരന് ജഗത് കർത്തൃത്വം ഉണ്ട്. ജീവൻ ഇവിടെ കിഞ്ചിഞ്ഞത്വം, അല്പജ്ഞത്വം എന്നിങ്ങനെയുള്ള വിശേഷണത്തോട് കൂടിയതുകൊണ്ട് രണ്ടിനും ഐക്യം പറയാൻ പറ്റത്തില്ല. വേദാന്തത്തില് ജീവൻ ഈശ്വരനാണെന്നുള്ള ഐക്യബോധം കൊടുക്കുന്നില്ല, മറിച്ച് അവയുടെ ലക്ഷ്യാർത്ഥങ്ങൾ തമ്മിൽ ഏകത്വം പറയണം. എന്തുകൊണ്ടാ? അവിടെ ലക്ഷ്യമായിട്ട് ഒരു വസ്തുവേ ഉള്ളൂ. ജീവനും ഈശ്വരനും ഒരേപോലെ ഉപാധി പരിച്ഛിന്നമായിട്ട് വരുന്നതാണ്. ഉപാധി ഇരിക്കുമ്പോൾ ഒരേ ചേതനൻ ജീവനായിട്ടും അതേ ചേതനൻ തന്നെ ഈശ്വരനായിട്ടിരിക്കും, അവരുടെ ഉപാധിയുടെ വൈവിധ്യം കൊണ്ട്. അതുകൊണ്ട് ഗുണപരമായ വിശകലനല്ലേ? എന്താണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുന്നേ ഗുണപരം എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ലക്ഷ്യത്തിന്റെ അപ്പുറത്തല്ലേ അത് ഗുണമായിട്ട് വരുന്നത്? അത് നമ്മളെ മലയാളത്തിന്റെ ഇത്രയും വേണ്ട, പറഞ്ഞിരുന്ന് മനസ്സിലാക്കുന്നത്.
ടീക്കേ. ഉം. അതായത് ഗുണം ശബ്ദം എന്ന് കേട്ടാന്നും ആയിട്ടില്ല. ടീക്കേ. ഗുണം എന്നൊന്നും പറയാൻ ഇപ്പം ശബ്ദം കൊണ്ട് കിട്ടത്തില്ലല്ലോ. മക്കളെ എങ്ങനെയാണ് ബുദ്ധിയുടെ വിഷയമാവുക? അങ്ങനത്തെ സൈഡ് വെക്ക്. നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ ഇപ്പോൾ ശക്യാർത്ഥത്തെയും ലക്ഷ്യാർത്ഥത്തെ എടുത്താ സംസാരിക്കുന്നത്. ശക്യാർത്ഥത്തിൽ ഐക്യം കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ലക്ഷ്യാർത്ഥത്തിൽ പോകുന്നത്. പിന്നെ അവിടെ എന്തൊരു ഗുണം എന്നുള്ള ശബ്ദപ്രയോഗം എന്താ? ടീക്കേ. നമ്മൾ എവിടെയോ കേട്ട എന്തെങ്കിലും എടുത്തിട്ട് എവിടെയെങ്കിലും എറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഗൗണമല്ല, മുഖ്യമാണ്. അതായത് ഐക്യം പറയുന്ന സ്ഥലത്ത് മുഖ്യമായിരിക്കുന്ന ഐക്യമാ വേണ്ടത്. ജീവപര ഐക്യം പറയുമ്പോൾ കേവലനായിരിക്കുന്ന ചേതനിലാണ് ഐക്യം സിദ്ധിക്കാൻ പോകുന്നത്. അല്ലാതെ വിശിഷ്ടനായിരിക്കുന്ന ജീവനും വിശിഷ്ടനായിരിക്കുന്ന ഈശ്വരനും തമ്മിലുള്ള ഐക്യം പറയാൻ പറ്റത്തില്ല. കാരണം അവയുടെ ഗുണങ്ങൾ ഭിന്നമായതുകൊണ്ട്. ഉപാധിയാണ് ഗുണമായിട്ട് ഭവിക്കുന്നത് അവിടെ. ടീക്കേ. ഉപാധി കൊണ്ട് ഗുണം എന്ന് പറഞ്ഞു. ഉപാധിയായിരിക്കുന്ന അപ്പം ജീവന്റെ ഉപാധിയായിരിക്കുന്ന അവിദ്യ, അതേപോലെ അന്ധക്കരണം, പിന്നെ ഈ ശരീരം വന്ന് ഉപാധിയായിട്ട് മാറുന്നത്. തത്തത്ത് അഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ എന്ന് പറയാം, ഈ ജന്മത്തിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ശരീരത്തിൽ അഹം എന്നുള്ള അഭിമാനം. വേറെ ജന്മത്തിൽ വേറെ ശരീരത്തിലായിരിക്കും. പക്ഷേ ലിംഗശരീരമായിട്ടുള്ള താതാത്മ്യം അനാദികാലത്തിലെ തുടരുകയാണ്. അവിടെ ലിംഗശരീരം ജീവൻ മാറത്തില്ല, ഒറ്റ ലിംഗശരീരം ഉണ്ടാവത്തുള്ളൂ. ആ ലിംഗശരീരം എന്നുള്ള ഉപാധി ഭിന്നമാണ്. ഈശ്വരനെ സംബന്ധിച്ച് മായ എന്നുള്ള ഉപാധി ഭിന്നമാണ്. കാരണം ആ മായ എന്നുള്ള ഉപാധി ഈശ്വരൻ ഈ ജഗത്ത് സൃഷ്ടിക്ക് കാരണമാണ്. ജീവന്റെ ഉപാധിയായിരിക്കുന്ന അവിദ്യയും ഈ അന്ധക്കരണവും ജീവന് ഈ സുഖദുഃഖങ്ങൾ ഭോഗിക്കാനുള്ള കാരണമായി മാറുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഉപാധിയുടെ വ്യത്യാസം കൊണ്ട് ശക്യാർത്ഥത്തിൽ ഒരിക്കലും ഐക്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉപാധി പരിത്യാഗം നടത്തിക്കൊണ്ട് നമ്മൾ പൂർണ്ണത്വം പറയുന്നത്. അവൻ പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ ഉപാധി രഹിതനായിരിക്കുന്ന ശുദ്ധൻ പൂർണ്ണൻ എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അവിടെ ഇനി കയറിയിട്ട് ഗൗണമെന്നൊന്നും ശബ്ദം പ്രയോഗം നടത്തും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റാതാവും. നിങ്ങൾ കയ്യിലുള്ള സാധനം ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയാല് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതാവും. ടീക്ക്. പൂർണ്ണം അധഹ, അതായത് ഇവിടെ ഇപ്പോൾ തത്പദത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അധശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ലക്ഷ്യപദാർത്ഥം. അതായത് നിങ്ങളുടെ ഇനി കുറെ കാര്യം നമ്മൾ ശബ്ദഖണ്ഡം തന്നെ മനസ്സിലാക്കണമെങ്കിൽ കുറെ മെനക്കാടാനുണ്ട്. കാരണം നൈയായികന്റെ ശബ്ദഖണ്ഡമുണ്ട്, വേദാന്തിയുടെ ശബ്ദഖണ്ഡമുണ്ട്. അത് തന്നെ നല്ല ഹയർ ടെക്സ്റ്റ് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഏത് വഴി കൊണ്ടുപോകണം. ടീക്കേ. യത് പര ശബ്ദ സശബ്ദാർത്ഥ എന്ന് പറയും. പരം എന്ന് പറയുന്ന താത്പര്യം. ടീക്കേ. അപ്പൊ പരം എന്ന് പറയുന്ന താത്പര്യഗ്രാഹകങ്ങളായിരിക്കുന്ന ലിംഗങ്ങളെ ഉപയോഗിച്ചിട്ട് അർത്ഥനിശ്ചയം നടത്തുന്ന സ്ഥലത്ത് ഏതാണോ ലക്ഷ്യാർത്ഥമായിട്ട് പോലും ഗ്രഹിക്കപ്പെട്ടത് അതിൽ നിന്ന് ഭിന്നമായിട്ട് വാക്യത്തിന് അർത്ഥമില്ല. അവിടെ എനിക്ക് കയറിയിട്ട് ഗുണമല്ലേ എന്നുള്ളൊരു ചോദ്യമില്ല. കാരണം സിദ്ധാന്തം എങ്ങനെയാണോ പറയുന്നത് അവരുടെ ടൂൾസുകളാണ്. ശ്രുതിലിംഗവാക്യ പ്രകടനസ്ഥാന സമാഖ്യാനം ഉത്തരോത്തര പാരദൗർബല്യം സമവായ ഉത്തരോത്തര പാരദൗർബല്യം അർത്ഥ വിപ്രകർഷാദ് എന്നൊക്കെ പറയും. ടീക്കേ. ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ ഐക്യം സിദ്ധിക്കാൻ പോലും പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ അധഹ എന്നുള്ള ശബ്ദത്തിന്റെ ലക്ഷ്യമായിരിക്കുന്ന പരമാത്മാ പൂർണ്ണമാകുന്നു. ഇതേപോലെ ഇതം ശബ്ദത്തിന്റെ ലക്ഷ്യമായിരിക്കുന്ന കൂടസ്ഥൻ പൂർണ്ണമാവുന്നു. അപ്പോൾ ചോദിക്കുക, ഇതെങ്ങനെ രണ്ട് പൂർണ്ണന്മാര് വരും? നിങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, രണ്ട് വസ്തു വന്നു കഴിഞ്ഞാല് വസ്തുപരിച്ഛേദം നേരിടുന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവിടെ രണ്ട് വസ്തു വാസ്തവത്തിലില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്ക്. പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ, ഉദച്യതേ ഉദ്രിച്യതേ ഉത്പദ്യതേ എന്ന് പറയും ഇതിന്റെ വ്യാഖ്യാന സമയത്ത്. ഇത് ഞാൻ ടീക്ക എടുത്തുതരാം. ടീക്കയിൽ തന്നെ പറയാം, ടീക്കയിൽ ടിപ്പണിയിലിട്ട്. അപ്പൊ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉത്പന്നമാവുന്നു എന്ന് പറഞ്ഞു. ഇതൊരിക്കലും സംഭവിക്കത്തില്ല. കാരണം ഒരു വസ്തു സ്വന്തം നിലയ്ക്ക് മറ്റൊരു രൂപത്തിലേക്ക് പോകില്ല. ടീക്കേ. ഇപ്പോൾ മൃത്ത് നിന്ന നിപ്പിൽ ഘടാവുമൊന്നുമില്ല. അപ്പം ഘടത്തിൽ നിന്നുള്ള കാര്യം ഉത്പന്നമാവണമെങ്കിൽ മൃത്തിനെ ഘടമാക്കാനുള്ള കാരണം വേണം. ടീക്കേ. അപ്പം മൃത്തിനെ ഘടമാക്കണമെങ്കിൽ മൃത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന വേറൊരു കാരണം കയറി വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ദ്വൈതാപത്തി ഇല്ല ഇവിടെ. നിങ്ങൾ എങ്ങനെ അദ്വൈതം പൂർണ്ണം എന്നെങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് തന്നെ ഇവര് പൂർണ്ണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിന്നുള്ള ഉത്പത്തി ഔപാധികമായിരിക്കുന്ന ഉത്പത്തിയാണ്. അതായത് ഏകനായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് ഉപാധിയുടെ സംബന്ധം കൊണ്ട് നമ്മൾ ഒന്നിനെ ഈശ്വരനെന്നും ഒന്നിനെ ജീവനെന്നും വ്യവഹരിക്കുന്നത് മാത്രം. ടീക്ക്. ഉദാഹരണത്തിന് ഏകനായിരിക്കുന്ന ആകാശത്തില് ഉപാധിയായിരിക്കുന്ന ഘടങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഘടാകാശം എന്ന് നമ്മൾക്ക് വ്യവഹരിക്കാൻ പറ്റും.
ഇതിനെന്ത് പറയും? സോപാധിക വ്യവഹാരം എന്ന് പറയും, അല്ലെങ്കിൽ ഔപാധിക വ്യവഹാരം എന്ന് പറയും. അപ്പൊ ഔപാധികമായിട്ട് ഒരു വസ്തു ഉത്പന്നമായി എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ ആ വസ്തു ഉത്പന്നമായിട്ടില്ലെന്നർത്ഥം. ഔപാധികമായിട്ട് ഘടാകാശങ്ങൾ അനവധി ഉത്പന്നമായി. അപ്പൊ അവിടെ ഉപാധി എന്നുള്ള ഘടം ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഘടാകാശം ഉത്പന്നമായി എന്ന് പറയുന്നത്. അപ്പോൾ പോലും എന്ന് പറഞ്ഞാല് ഘടം ഇരിക്കുമ്പോൾ പോലും ഘടാകാശം വേറെ ഉത്പന്നമായിട്ടേ ഇല്ല. നിങ്ങളുടെ ബുദ്ധിക്കും വ്യവഹാരത്തിനും പ്രയോജനപ്പെടുന്നു എന്ന് മാത്രം. ഏത്? ആ ഘടം. ഏത് വ്യവഹാരത്തിന്? ഘടാകാശ വ്യവഹാരത്തിന്. വാസ്തവത്തിൽ അവിടെ ഘടാകാശം ഉണ്ടോ? ഇല്ല. പിന്നെയോ മഹാകാശം മാത്രമേ ഇരിക്കുന്നുള്ളൂ ഘടാകാശം എന്ന് വ്യവഹരിക്കുമ്പോൾ പോലും. ഇതേപോലെ ഉപാധിയായിരിക്കുന്ന അന്ധക്കരണം ഇരിക്കുന്നത് കൊണ്ട് നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന പരമാത്മാ ജീവഭാവത്തിൽ വ്യവഹരിക്കപ്പെടുന്നു എന്ന് മാത്രം. വ്യവഹരിക്കപ്പെടുമ്പോൾ പോലും ശുദ്ധന്റെ ശുദ്ധത്വത്തിന് ഒരു തകരാറും വരത്തില്ല. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ പറയാം. എപ്രകാരം എന്ന് പറഞ്ഞാല്, കയറിൽ സർപ്പം ഇരിക്കുമ്പോൾ സർപ്പത്തോടു കൂടിയിരിക്കുന്ന കയറിനെ കാണാമെങ്കിലും കാണുന്ന സമയത്ത് പോലും സർപ്പവുമായിട്ട് കയറിന് യാതൊരു സംബന്ധമില്ല. അതല്ലേ സത്യം? ഏതെങ്കിലും ഒരു കാലത്ത് കയറിന് സർപ്പസംബന്ധമുണ്ടോ? സർപ്പത്തിന് കയറുമായിട്ട് സംബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സംബന്ധം പോലെ എന്നൊക്കെ വ്യവഹരിക്കുന്നത് മാത്രം. ഇതേപോലെയാണ് ഇവിടെയും പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമായതിന്റെ ഉത്പത്തി എന്ന് പറഞ്ഞാൽ ഔപാധികമായിരിക്കുന്ന ഒരു ഉത്പത്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉത്പന്നമായി എന്ന് പറയപ്പെടുന്ന ഈ ജീവൻ പാരമാർത്ഥികമായിട്ട് ആരായിരിക്കും? പരമാത്മാവായിരിക്കും. പിടികിട്ടിയത്? ടീക്കേ, പൂർണ്ണസ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് അന്ധക്കരണമായിരിക്കുന്ന ഉപാധിയിലൂടെ ഉത്പന്നമായതുപോലെ ഇരിക്കുന്നത്. അവൻ പോലും പൂർണ്ണമാണെങ്കിൽ പൂർണ്ണ വസ്തു മാനിച്ചു കഴിഞ്ഞ് രണ്ടാമതൊരു വസ്തു ഇരിക്കത്തില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഈ വസ്തുവിനെ പറഞ്ഞു തരാൻ. ടീക്കേ, പൂർണ്ണം തന്നെ ആയിരുന്നെങ്കിൽ പിന്നെ മെനക്കെടേണ്ട ആവശ്യമുണ്ട്? പൂർണ്ണത്തിൽ പൂർണ്ണ ഉത്പന്നമായി ആർക്ക് പറഞ്ഞു കൊടുക്കുക? എന്നപ്പോൾ ഈ വ്യവഹാര കാലത്ത് അവിദ്യ ഉൾക്കൊണ്ടും കൊണ്ട് അജ്ഞാനിക്ക് വേണ്ടിയിട്ട് ശ്രുതിയും ആചാര്യനും പറഞ്ഞു പോന്നു മാത്രം. കയറിൽ സർപ്പത്തെ കാണുമ്പോൾ അവനോട് പറയാണ്, മോനെ കയറിൽ സർപ്പത്തെ കാണാനുള്ള കാരണം അജ്ഞാനമാണ്. അതിന് അവൻ ചോദിച്ചാലോ ഞാൻ കാണുന്നില്ലല്ലോ എന്ന്. തീർന്നു പണി. അപ്പൊ അവിടെ ഉപദേശമില്ല. ടീക്കേ, അപ്പൊ ഉപദേശിക്കുന്ന ആൾക്കും അറിയാം അജ്ഞാന ലേശം മാനിച്ചുകൊണ്ടല്ല ഉപദേശം പൂർണ്ണത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണം മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് അനുഭവപ്പെടാത്തത്? അതിനുത്തരമാണ് പൂർണ്ണസ്യ പൂർണ്ണമാതായ. അപ്പൊ പൂർണ്ണത്തിന്റെ പൂർണ്ണത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് എന്ന് പറയുന്നർത്ഥം ഉപാധ്യാംശത്തെ പരിത്യാഗം നടത്തിക്കൊണ്ട്. ഞാൻ എന്നിപ്പോൾ നമ്മൾ അഭിമാനിക്കുമ്പോൾ അന്ധക്കരണ പരിച്ഛിന്നമായിരിക്കുന്ന ജീവാഭിമാനമാണിത്. ശരിക്കും ഇവനുമല്ല. ഇവൻ പല രീതിയിൽ ഇതിന്റെ പ്രകാശം നേരിടുന്നുണ്ട്. ജാഗ്രതയിൽ അഹം എന്നുള്ള അഭിമാനം അന്ധക്കരണം തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. സ്വപ്നത്തിന് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ സാക്ഷിയാണ് പ്രകാശിക്കുന്നത്. സാക്ഷി സ്വപ്ന വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഷുപ്തിയിൽ പോകുമ്പോൾ ആ ദർശനം പോലും മാറിയിട്ട് എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ മനസ്സ് വിഷയാകാരത്തിൽ വരികയും സാക്ഷി അതിനെ പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ആ മനസ്സും പിന്തിരിയും. മനസ്സ് സാക്ഷിയുടെ ഉപാധിയായിരിക്കുന്ന അവിദ്യയിൽ കയറിയിരിക്കും. പിന്നെ അവിദ്യായുക്തനായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന സാക്ഷി മാത്രമേ പ്രകാശിക്കത്തുള്ളൂ. ഈ ഒരു സാക്ഷിപ്രകാശം പോലും അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിക്ക് ശേഷം ശരീരം വീണ് കഴിഞ്ഞാൽ അതും ഉണ്ടാവത്തില്ല. ടീക്കേ, ഇങ്ങനെയാണ് പരമ്പര നമുക്ക് പോകേണ്ടത്. അന്നപ്പോൾ പൂർണ്ണ വസ്തുവിന്റെ ഉപാധ്യാംശത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? പൂർണ്ണമേവ അവശിഷ്യത. അപ്പം ഈ ബ്രഹ്മസത്യം ജഗതം ചെയ്യാന്നുള്ളത് നമ്മുടെ വ്യവഹാരത്തിൽ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതെങ്ങനെ ബുദ്ധിമുട്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ബുദ്ധിയെ ബുദ്ധിമുട്ടിക്കും. കാരണം നമ്മള് ബ്രഹ്മസത്യം ജഗതം വിശ്വസിക്കും, അങ്ങനെ പ്രവർത്തിക്കും. പക്ഷെ നമ്മുടെ വാസന ക്ഷയിക്കാതെ അത് ഉറക്കില്ലല്ലോ. വാസനാബലം കൊണ്ട് അത് പിന്നെ ബുദ്ധിമുട്ടിക്കില്ലെന്നാ ഞാൻ ചോദിച്ചത്. ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവഹാരം നമ്മുടെ ആ അധിഷ്ഠാന തത്വബോധത്തിന് വിഘാതമാവത്തില്ലേന്ന് അല്ലേ? അതെ അതെ. അത് തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇതിന്റെ നമ്മളിപ്പോൾ ഇത് കേവലം പഠിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പഠിച്ചെടുത്തിട്ട് അതിന്റെ അർത്ഥം മനസ്സിലായിട്ട് അതിൽ അനുസന്ധാനമാണ് നിങ്ങൾ ഈ പറയുന്ന ഭാഗം. കേവലാനുസന്ധാനം എന്ന് പറഞ്ഞാല് ബ്രഹ്മാകാര വൃത്തിയിൽ മാത്രം ഇരിക്കുക എന്നുള്ളത്. ആ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഭൗതികമായിരിക്കുന്ന വ്യവഹാരം, ഇപ്പൊ ജ്ഞാനിയെ കുറിച്ച് വ്യവഹാരം പറയും, ജ്ഞാനിയുടെ വ്യവഹാരം എങ്ങനെയാണ്. അപ്പൊ അവിടെ പൂർവ്വത്ത് ജ്ഞാനിക്ക് വ്യവഹാരം ഇല്ലെങ്കിലും പൂർവ്വത്ത് ഉദ്ദേശിച്ചതേ
നമ്മളെ പോലെ തന്നെയാണ് ജ്ഞാനിയുടെയും വ്യവഹാരം. എവിടെ? ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നത്. പിന്നെ എവിടെയാ മാറ്റമുള്ളത്? അതായത് ഉദാഹരണം പറഞ്ഞാല്, ഈ ചിലരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കുറച്ച് ഔട്ടറിലും പോകട്ടോ. കാരണം ഹിന്ദി ലാൻഡില് ആളെ പേര് പറയുന്നില്ല, പക്ഷെ ഇതായിട്ട് കഥയായിട്ട് ബന്ധപ്പെടുത്തി മാത്രം പറഞ്ഞുതരാം. ചിലര് പറയും ജ്ഞാനിക്ക് ജ്ഞാനാനന്തരം പഴയ പടി വ്യവഹാരം വരത്തില്ല. ഉദാഹരണത്തിന് കയറിലെ സർപ്പത്തെ കണ്ട് ഭ്രമിച്ച്, ശരിയാണ്, ആ സമയത്ത് ഭ്രമമൊക്കെ ഉണ്ട്. പക്ഷെ അത് കയറാണ്, സർപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞാല് പിന്നെ പഴയപടി വ്യവഹാരം ഇല്ലല്ലോ, ഭയമൊന്നും ഇല്ലല്ലോ. അതേപോലെ ജ്ഞാനം ഉണ്ടായ ശേഷം ജ്ഞാനിക്ക് ഈ ജഗത്ത് കാണത്തേ ഇല്ല, അങ്ങനത്തെ ഒരു വ്യവഹാരമേ വരത്തില്ല എന്ന് ചിലർ പറയാൻ ശ്രമിക്കും. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു ചോദ്യം, ഇതിനെ പറ്റിയുള്ള ചോദ്യം ഞാൻ കേട്ടതാണ്. ഞാനത് അവിടെ എഴുതി വായിച്ചതല്ല. നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ എന്താണ് മുഖം വേറെ ഇടത്ത് കേട്ടിട്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ചിലരിങ്ങനെ പറയുന്നുണ്ട്, ഏതോ ഒരു ശങ്കരാചാര്യരാണ് ഒരു പ്രത്യേക, ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല കാരണം അത് പ്രസിദ്ധമായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ബുക്കൊക്കെ പ്രസിദ്ധമാണ്. അങ്ങനോട് ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഈ കാര്യം പറഞ്ഞത്. അതായത് ജ്ഞാനിയുടെ വ്യവഹാരം എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാണ്, കയറിലെ സർപ്പഭ്രമം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ കയറില് സർപ്പത്തിന്റെ വാലിരിക്കുകയോ എന്നാ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം, ഒരിക്കൽ സർപ്പഭ്രമം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും സർപ്പത്തെ കാണാത്തത് പോലെ ജ്ഞാനിക്ക് ഈ ഭ്രമം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ജഗത്തിനെ കാണൂല എന്നുള്ളതാണ് അങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഈ ആദ്യം നമ്മൾ അധ്യാസം മനസ്സിലാക്കണം. 8 വിധത്തിൽ അധ്യാസമുണ്ട്. അതിലൊന്നാണ് നിരുപാധിക അധ്യാസം, സ്വാഭാവിക അധ്യാസം. ठीक ജ്ഞാനാധ്യാസം, അർത്ഥാധ്യാസം, ഇത് മുഖ്യമായിട്ട് വരും. അതിന്റെ വകഭേദങ്ങളായിട്ടാണ് ധർമാധ്യാസം, ധർമ്മ്യാധ്യാസം, നിരുപാധിക അധ്യാസം, സ്വാഭാവിക അധ്യാസം, സംസർഗാധ്യാസം, സ്വരൂപാധ്യാസം, നിരുപാധിക അധ്യാസം, സ്വാഭാവിക അധ്യാസം, സംസർഗാധ്യാസം, സ്വരൂപാധ്യാസം, ഇങ്ങനെ 8 വിഭാഗമാക്കും. അതില് ജ്ഞാനിയുടെ വ്യവഹാര സ്ഥലത്ത് കൊടുക്കേണ്ട ദൃഷ്ടാന്തം സ്വാഭാവിക അധ്യാസത്തിന്റെ സ്ഥലമാണ്. പക്ഷേ ഈ വ്യക്തി കൊടുത്ത ദൃഷ്ടാന്തം നിരുപാധിക അധ്യാസത്തിന്റെ സ്ഥലമാണ്. അപ്പം നിരുപാധിക അധ്യാസത്തിന്റെ സ്ഥലത്തിലൂടെ സ്വാഭാവിക അധ്യാസത്തിന്റെ കാര്യം സിദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ശാസ്ത്ര പരിചയം ഇല്ല എന്നുള്ളതാണ്. പേരിന് അങ്ങേര് ഗംഭീരനാണ്, പക്ഷേ ശാസ്ത്ര പരിചയമില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് 2 സ്ഥലവും കാണിച്ചു തരാം. കയറിലെ സർപ്പ ഭ്രമസ്ഥലത്ത് ഒരു ഉപാധി ഇല്ലാത്ത ഭ്രമമായതുകൊണ്ട് അതിന് നിരുപാധിക അധ്യാസം എന്നാ പറയാ. അപ്പൊ സ്വാഭാവിക അധ്യാസം എവിടെയുള്ളത്? ഒരു സ്ഫടികത്തിന്റെ അടുത്ത് ഒരു ചെമ്പരത്തിപ്പൂ വെച്ച് കഴിഞ്ഞാല് അത് ആ സ്ഫടികം ചുമന്നതായിട്ട് കാണാം. സ്ഫടിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ വെള്ള നിറത്തിലായിരുന്നു, ചിലപ്പം കാലം മാറിയത് കൊണ്ട് ഇങ്ങനെയും വന്നിരിക്കാം. പക്ഷെ അടുത്ത് വന്നാൽ മനസ്സിലാവും ഇത് ചെമ്പരത്തി അതിന് സമീപത്തിരുന്നത് കൊണ്ട് മാത്രം ചെമ്പരത്തിയുടെ നിറം സ്ഫടികത്തിലേക്ക് കാണുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് കണ്ട സമയത്ത് നമ്മൾ ശരിക്കും ഇത് ഭ്രമിച്ചതാണ്. ഈ ഭ്രമത്തിന്റെ സ്ഥലത്തെയാണ് നമ്മൾ, ഭ്രമം എന്താണ്? അധ്യാസമാണ്. ഈ അധ്യാസത്തെ നമ്മൾ സ്വാഭാവിക അധ്യാസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉപാധി ഇരുന്നിട്ട് വരുന്ന അധ്യാസത്തെയാണ് സ്വാഭാവിക അധ്യാസം എന്ന് പറയുന്നത്. അവിടെയുള്ള അധ്യാസത്തിന്റെ കാരണമായിരിക്കുന്ന ആ ചെമ്പരത്തിയാണ് ഉപാധി. ഉപാധിയിൽ നിന്ന് ജനിക്കുന്ന അധ്യാസമായതുകൊണ്ട് സ്വാഭാവിക അധ്യാസം എന്ന് പറയും. ഉപാധിന സഹ വർത്തതേതി സ്വാഭാവിക അധ്യാസ. ഉപാധിയോട് കൂടെ ഇരിക്കുമ്പോൾ ആ അധ്യാസത്തെ നമ്മൾ സ്വാഭാവിക അധ്യാസം എന്ന് പറയും. ഈ സ്വാഭാവിക അധ്യാസ സ്ഥലത്ത് നമ്മൾക്ക് ഭ്രമം മാറിയാലും എന്ന് പറഞ്ഞാൽ അടുത്ത് പോയാൽ മനസ്സിലാവും അത് ആ നിറം, ആ രക്തനിറം സ്ഫടികത്തിൻ്റെതല്ലെന്നും ജപാകുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി എന്നർത്ഥം, ആ ചെമ്പരത്തിയുടേതാണെന്നും തിരിച്ചറിയാൻ പറ്റും. ഇപ്രകാരം ചെമ്പരത്തിയുടേതാണ്, നിറം സ്ഫടികത്തിൻ്റെതല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും എപ്പോൾ വരെ ആ ജപാകുസുമം, ചെമ്പരത്തി ആ സ്ഫടികത്തിന്റെ സംബന്ധിയായിട്ട് നിൽക്കുന്നുവോ അത്രയും കാലത്തോളം നമ്മൾ ആ സ്ഫടികത്തെ നോക്കുന്ന നേരം രക്തമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, രക്തസ്ഫടികം എന്ന് നമ്മൾക്കതിനെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എപ്പോഴേ മാറത്തുള്ളൂ? ആ ചെമ്പരത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ ഭ്രമിക്കത്തില്ല.
ठीक है. അപ്പോൾ ഉപാധി കൊണ്ട് ജനിക്കുന്നത് കൊണ്ട് ഈ അധ്യാസത്തെ സോപാധിക അധ്യാസം എന്ന് പറയാം. അപ്പൊ സോപാധിക അധ്യാസ സ്ഥലത്ത് ഭ്രമം നഷ്ടപ്പെട്ടാലും പ്രതീതിക്ക് മാറ്റമില്ലാതെ തുടർച്ചയുണ്ടാകും. അതായത് ദൂരത്ത് നമ്മൾ ആ സ്ഫടികത്തെ ചമന്ന സ്ഫടികമെന്ന് കരുതിയാലും തൊട്ടടുത്ത് വന്നാൽ നമ്മൾക്ക് ആ ഭ്രമം മാറിക്കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇനി എത്രയും കാലം ആ ചെമ്പരത്തി അവിടെ ഇരിക്കുന്നോ അത്രയും കാലം ആ സ്ഫടികത്തെ ചുമന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ പറയും അനുവൃത്തി എന്നാ പറയാ. അതായത് ആദ്യത്തെ ഭ്രമം മാറി, അതുകൊണ്ട് ബാധികം എന്ന് പറയും. ബാധിതമായിട്ടും പ്രതീതി സമാനമായിട്ട് നടക്കുന്നതിനാൽ ഇതിനെ പ്രതീതിയുടെ അനുവൃത്തി എന്ന് പറയും. അനുവൃത്തി, തുടർച്ച. അതുകൊണ്ട് ബാധിതാനുവൃത്തി എന്നാണ് ഭ്രമാനന്തരമുള്ള പ്രതീതിയുടെ പേര്. ജ്ഞാനിയെ സംബന്ധിച്ച് ഈ ജഗത്ത് ബാധിതമായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാല് നൈയായികനെ സംബന്ധിച്ച് ബാധ എന്ന് പറഞ്ഞ അഭാവനിശ്ചയം, വേദാന്തിയെ സംബന്ധിച്ച് ബാധ എന്ന് പറഞ്ഞാല് മിഥ്യാത്വ നിശ്ചയം. അതായത് ജഗത്ത് മിഥ്യയാണെന്ന് പരിപൂർണമായിട്ട് നിശ്ചയം വന്നിരിക്കുന്ന ജ്ഞാനിക്കും ഈ ജഗത്തിലെ വ്യവഹാരത്തിന് ഒരു ലോപം ഉണ്ടാവത്തില്ല, പഴയപടി തന്നെ നടക്കും. പക്ഷെ എന്താ വ്യത്യാസം? നമ്മൾ അജ്ഞാനികൾ ഭ്രമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഭ്രമമില്ല. പക്ഷെ ആ ജ്ഞാനിയുടെയും ഈ അജ്ഞാനിയുടെയും പ്രതീതിക്ക്, ജ്ഞാനത്തിന് ഒരു വ്യത്യാസമില്ല. അല്ല, ആ സമയത്ത് സ്ഫടികം ചുവന്നതായിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളയായിട്ടോ കാണാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ ഈ ജഗത്തിന്റെ ഭ്രമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഈ ജഗത്ത് തലതിരിഞ്ഞിരിക്കുന്നില്ല, അതേപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇനി ആരാണ് പറയുന്നത് ഓ എനിക്ക് ഈ ജഗത്തിനെ കാണാൻ പറ്റുന്നില്ല? അവര് മറ്റുള്ളവരുടെ മുന്നിൽ ഡ്രാമ കളിക്കുക മാത്രമാണ്. അത് അജ്ഞാനിയുടെ സാധാരണ അജ്ഞാനിയേക്കാൾ പടുകുഴിയിൽ നിന്നിട്ട് ഞാൻ ജ്ഞാനിയാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന വിക്രിയ മാത്രമാണ്. ठीक മനസ്സിലായോ? ജ്ഞാനിയുടെ അജ്ഞാനിയുടെ വ്യവഹാരം. ഇതിനെ നമ്മൾ ജ്ഞാനിയുടെ കാര്യത്തിൽ നമ്മൾ ബാധിതാനുവൃത്തി എന്ന് പറയും. അവിടെ ഭ്രമമില്ല, പക്ഷെ അനുവൃത്തി വരും. അനുവൃത്തി ബാധ നടന്ന ശേഷമുള്ള പ്രതീതിയാണ് അനുവൃത്തി എന്ന് പറയുന്നത്, അല്ലാതെ ഭ്രമമല്ല. നമ്മളെ സംബന്ധിച്ച് മുഴുനീള ഭ്രമമാണ്. അധിഷ്ഠാന തത്വസാക്ഷാത്കാരം എന്ന് പറയുന്ന ഏത് വസ്തുവിനാണോ നമ്മൾ ഭ്രമത്തിന്റെ വിഷയമായിട്ട് ഗ്രഹിക്കുന്നത്. ഇപ്പൊ കയറില് ഭ്രമത്തിന്റെ വിഷയമായിട്ട് ഗ്രഹിക്കുന്നതാണ് സർപ്പം. ഇതേപോലെ ഈ ജഗത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അജ്ഞാനം നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾക്ക് ഈ ജഗത്ത് അധ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിഷ്ഠാന ജ്ഞാനത്തോടുകൂടി അധ്യാസം നഷ്ടപ്പെട്ടു, പക്ഷെ പ്രതീതി സമാനമായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജ്ഞാനി അജ്ഞാനിയുടെ വ്യവഹാരം അജഗജാന്തരം വ്യത്യാസപ്പെട്ടിരിക്കും. അന്നപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ജഗത് മിഥ്യ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളത് അറിഞ്ഞാലും വ്യവഹാരത്താൽ ബാധിക്കപ്പെടത്തില്ലേ? ശരിയാണ്, വ്യവഹാരം ചെയ്യുന്നവനെ സംബന്ധിച്ച് ബാധിക്കപ്പെടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എപ്രകാരം വീട് വിട്ട് ആശ്രമത്തിൽ വന്നോ, ആശ്രമം എന്തിനു വേണ്ടിയായിരിക്കണം? അധ്യയനം ചെയ്യാൻ വേണ്ടിയായിരിക്കണം. ठीक है, അതായത് അധ്യയനം എന്തിനാ? ശാസ്ത്രത്തിന്റെ അധ്യയനം മാത്രമേ ബ്രഹ്മാകാര വൃത്തിയിൽ എത്തിക്കത്തുള്ളൂ. ठीक है, അല്ലാതെ സഹസ്രനാമം ചിലരെ സംബന്ധിച്ച് കുട്ടിച്ചാത്തൻ പരമാത്മാവും സഹസ്രനാമം ബ്രഹ്മവിദ്യയാണ്. അതല്ല ഇവിടെ പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള നോട്ടം മാത്രമേ ഉള്ളൂ. ठीक है, അതായത് പ്രമാണവും പ്രമേയും ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പ്രക്രിയാ ഗ്രന്ഥങ്ങളിൽ പഠിക്കും. ഇപ്പോൾ ബേസിക് ആയിരിക്കുന്ന പ്രക്രിയാ ഗ്രന്ഥമാണ് വേദാന്ത പരിഭാഷ. അങ്ങനെ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇപ്പോൾ ഈശാവാസ്യമിതം സർവ്വം എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ഇത് രണ്ട് വിഭാഗമാണ്. ഇത് പ്രമേയത്തെക്കുറിച്ച്, പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമേയയുടെ വിഷയം. നൈയായികന്റെ ബേസിക് നോക്കിയോ, എവിടെ നിന്ന് തുടങ്ങും അവൻ സംസാരിക്കുക എന്നുള്ളത്. നൈയായികൻ ജ്ഞാനത്തെ രണ്ടാക്കും. സ്മൃതി, അനുഭവം. അനുഭവത്തിൽ നിന്ന് അനുഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ജനിക്കും. ഇനി ഈ അനുഭവത്തെ തന്നെ രണ്ടാക്കും, യഥാർത്ഥം അയഥാർത്ഥം എന്നാക്കും. പിന്നെ ഈ യഥാർത്ഥ ജ്ഞാനത്തെ നൈയായികൻ നാലാക്കും: പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശബ്ദം. ഈ നാല് അനുഭവത്തിന്റെ കാരണവും നാലെണ്ണമാവും. പ്രത്യക്ഷം എന്നുള്ള ജ്ഞാനസ്ഥലത്ത് അതിന്റെ കാരണവും പ്രത്യക്ഷം തന്നെയാണ്. അതിന് ശബ്ദ വ്യത്യാസമില്ല. അവിടെ ഇന്ദ്രിയങ്ങളാണ് പ്രത്യക്ഷ ശബ്ദത്താൽ പറയപ്പെടുന്നത്. ജ്ഞാനം എന്നുള്ളത് ഇന്ദ്രിയജന്യ ജ്ഞാനമാണ് പ്രത്യക്ഷം. രണ്ട് സ്ഥലത്തും പ്രത്യക്ഷം എന്നായിരിക്കും പേര്. രണ്ടാമത്തെ അനുഭവമായിരുന്നു അനുമിതി. അതിന്റെ കാരണമാണ്, പ്രമാണമാണ് അനുമാനം. മൂന്നാമത്തെ ജ്ഞാനമാണ് ഉപമിതി. അതിന്റെ കാരണമാണ് ഉപമാനം. കാരണം എന്ന് പറഞ്ഞാല് മീൻസ് ഓഫ് കഗ്നീഷൻ, ഏതിനാലാണോ ജ്ഞാനം ഉണ്ടാവുന്നത്. നാലാമത്തെ അനുഭവമാണ് ശാബ്ദം. ശബ്ദത്തിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് അതിനെ ശാബ്ദം എന്ന് പറയും.
ഇപ്പൊ ശാബ്ദജ്ഞാനമാണെങ്കിൽ അവിടെ കരണമാണ്, പ്രമാണമാണ് ശബ്ദം. ടീക്കെ, വെർബൽ ടെസ്റ്റിമണി. ഇപ്രകാരം 4 നൈയായികൻ മാനിക്കുന്നുണ്ട്. വേദാന്തത്തിലെത്തുമ്പോൾ 6 അതായത് പൂർവമീമാംസയുടെ സിദ്ധാന്തത്തെയാണ് വേദാന്തി ഉൾക്കൊള്ളുന്നത്. ആ പൂർവമീമാംസയില് പ്രസിദ്ധന്മാരായിരിക്കുന്ന 2 ആചാര്യന്മാരുണ്ട്, ഭാട്ടനും അതേപോലെ ഗുരുമതം എന്ന് പറയും. ടീക്കെ, പ്രഭാകരനെയാണ് ഗുരു എന്ന് പറയുന്നത്. സത്യത്തില് ഭാട്ടരുടെ ശിഷ്യനാണ്, പക്ഷെ പേരിങ്ങനെ ഗുരു എന്ന് വിളിക്കുക. അതൊക്കെ അദ്ദേഹം പിന്നെ പറയാം. ഇവരുടെ മതത്തിനനുസരിച്ച് പ്രമാണത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. അതായത് അഭാവത്തെ ഗ്രഹിക്കാൻ പ്രത്യക്ഷമാണ് പ്രമാണമെന്ന് നൈയായികൻ പറയും. പക്ഷെ വേദാന്തി പറയുന്നത് അഭാവത്തെ പ്രത്യക്ഷമാക്കാൻ പറ്റത്തില്ല, പിന്നെ അനുപലബ്ധി പ്രമാണഗമ്യമാണ് അഭാവം. ഇവിടെ ഭാട്ടനും പ്രഭാകരനും തമ്മിൽ മതവ്യത്യാസമുണ്ട്. അഭാവം അധിഷ്ഠാന സ്വരൂപമാണെങ്കിൽ നമ്മൾക്ക് അധിഷ്ഠാനത്തെ ഗ്രഹിക്കുന്ന പ്രമാണം മതി, അഭാവത്തെ ഗ്രഹിക്കാൻ വേറെ പ്രമാണം വേണ്ട. കാരണം അധിഷ്ഠാന സ്വരൂപമാണ് അഭാവം. ഇത് പ്രഭാകര സിദ്ധാന്തത്തിനനുസരിച്ച്. ഭാട്ട സിദ്ധാന്തത്തിനനുസരിച്ച് അഭാവം അധിഷ്ഠാനത്തിൽ നിന്ന് ഭിന്നമാണ്, അതുകൊണ്ട് വേറൊരു പ്രമാണം ആവശ്യമാണ്. ഓക്കെ, അതിനാണ് അനുപലബ്ധി എന്ന് പറഞ്ഞത്. ഉപലബ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അനുപലബ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ അഭാവം. അതായത് അവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഗ്രഹിക്കാമായിരുന്നു. അപ്പോൾ ഗ്രഹിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രമാണമായി മാറുന്നത്. അതുകൊണ്ട് അതിന്റെ അഭാവം സിദ്ധിക്കും. പിന്നെയുള്ളതാണ് അർത്ഥാപത്തി. ഇങ്ങനെ 6 പ്രമാണം, അതിൽ നിന്ന് 6 പ്രമ. ഇവിടെയാണ് പ്രമ ജനിക്കണമെങ്കിൽ എന്ത് വേണം? പ്രമാണം വേണം. അപ്പോൾ ശാബ്ദമായിരിക്കുന്ന പ്രമ ഉണ്ടെങ്കിൽ മാത്രമേ അപരോക്ഷ അധിഷ്ഠാന ബ്രഹ്മാകാര വൃത്തി വരത്തുള്ളൂ. അതായത് കുറെ കാര്യം ഇനിയും, അതായത് ജ്ഞാനം എന്നുള്ളത് അന്ധകരണത്തിന്റെ വൃത്തിയാണ്. അന്ധകരണം എന്നുള്ളത് ജീവന്റെ ഉപാധിയാണ്. ആ ഉപാധിയുടെ പരിണാമമാണ് അന്ധകരണത്തിന്റെ വൃത്തി. ടീക്കെ, എന്ന് പറഞ്ഞാല് ആ മൈൻഡ് ഫോർമേഷൻ ആണ് വൃത്തി എന്നുള്ളത്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. ഇപ്പോൾ ഘടത്തെ കാണുന്ന സമയത്ത് അതിന് നമ്മൾ പറയും ഘടപ്രത്യക്ഷം, പ്രത്യക്ഷജ്ഞാനം. ആ ഘടപ്രത്യക്ഷ ജ്ഞാനത്തെ നമ്മൾ ഘടാകാര വൃത്തി എന്നാ പറയും. ഇതൊക്കെ പഠിച്ചു വെക്കണം. കാരണം പ്രമാണ ഗ്രന്ഥങ്ങൾ പഠിച്ചാല് അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ ഇങ്ങനെയായിരിക്കും. ഘടാകാര വൃത്തി. വൃത്തി ഉദ്ദേശിച്ചത് വൃത്തിജ്ഞാനം. അപ്പോൾ ഘടാകാര വൃത്തിജ്ഞാനം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഘടത്തിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടു. ഇതേപോലെ ബ്രഹ്മാകാര വൃത്തി ഉണ്ടായാൽ ബ്രഹ്മത്തിനുടെ അജ്ഞാനം നഷ്ടപ്പെട്ടു കിട്ടും. അതായത് ബ്രഹ്മവിഷയക അജ്ഞാനം നഷ്ടപ്പെട്ടു കിട്ടും. യാതൊരു അജ്ഞാനത്തിന്റെ കാര്യമാണോ ഈ ജഗത്ത്. അപ്പോൾ ഈ ജഗത്തിന്റെ കാരണമായിട്ട് നമ്മൾ മാനിക്കുന്നത് അജ്ഞാനത്തെയാണ്. ഇതൊക്കെ ഇനിയും പറഞ്ഞു വരാം. ഓക്കെ, അപ്പൊ ബേസിക് ഇവിടുന്ന് പറയുന്നത് മാത്രം. അപ്പം ബ്രഹ്മവിഷയക അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന ഈ ജഗത്ത്, ഇത് നഷ്ടപ്പെട്ട് കിട്ടണമെങ്കിൽ ഈ ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ബ്രഹ്മവിഷയക അജ്ഞാനം നഷ്ടപ്പെട്ട് കിട്ടണം. ഈ അജ്ഞാനം നഷ്ടപ്പെടുന്നത് എപ്പോൾ മാത്രമാണ്? ജ്ഞാനം കൊണ്ട് മാത്രമാണ്. എപ്രകാരം ഘടജ്ഞാനത്താൽ ഘട അജ്ഞാനം നഷ്ടപ്പെടുന്നുവോ, ഇതേപോലെ ബ്രഹ്മജ്ഞാനത്താൽ ബ്രഹ്മ അജ്ഞാനം നഷ്ടപ്പെട്ടു കിട്ടും. ഈ അജ്ഞാനനാശകനായിരിക്കുന്ന ജ്ഞാനം ഏതിൽ നിന്നേ ഉത്പന്നമാകത്തുള്ളൂ? പ്രമാണത്തിൽ നിന്നേ ഉത്പന്നമാകത്തുള്ളൂ. പ്രമാണം ഏതാണ് ഇവിടെ? പ്രത്യക്ഷം പ്രമാണമാണോ? അല്ല. കാരണം രൂപം ഉണ്ടെങ്കിൽ മാത്രമേ വസ്തു പ്രത്യക്ഷമാകത്തുള്ളൂ. അപ്പൊ രൂപരഹിതനായിരിക്കുന്ന ആത്മാവിനെ കണ്ടുകൊണ്ട് നോക്കാൻ പറ്റത്തില്ല. ടീക്കെ, അനുമാനമോ? അനുമാന പ്രയോഗം നടത്തണമെങ്കിൽ ഹേതു വേണം. ഹേതു ഇല്ലാതെ അനുമാന പ്രയോഗം നടത്താൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് പർവ്വതത്തില് ധൂമം എന്നുള്ള ഹേതുവിനെ കാണുന്നത് കൊണ്ടാണ് വന്നി എന്നുള്ള സാധ്യത സിദ്ധിക്കാൻ പറ്റുന്നത്. അപ്പം നൈയായികൻ അനുമാനം നടത്തും, പർവ്വതോ വന്യമാൻ ധൂമാൻ. ഇങ്ങനെ ധൂമത്തിലൂടെ വന്നി സിദ്ധിക്കണമെങ്കിൽ ആ പർവ്വതത്തിൽ ധൂമം ഇരിക്കണ്ടേ? നിർധർമ്മകനായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഏത് ഹേതുവിനെ വെച്ചിട്ട് നിങ്ങൾക്ക് സാധ്യ സിദ്ധിക്കാൻ പറ്റും? ആദ്യം ബ്രഹ്മസിദ്ധി നടത്തണ്ടേ, എന്നിട്ടല്ലേ ഹേതുവിനെ സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷമേ സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പക്ഷത്തിലൂടെ ഹേതുവിനെ സിദ്ധിക്കാൻ പറ്റുക? അതുകൊണ്ട് അനുമാനം പ്രവർത്തിക്കത്തില്ല. ഉപമാനം പ്രവർത്തിക്കുന്നത് ഉപമിതിക്ക് വേണ്ടിയിട്ടാണ്. ടീക്കെ, ഉപമിതി എന്നുള്ളത് പദപദാർത്ഥ സംബന്ധ ജ്ഞാനമാണ്. അതിന് പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണ്ടേ? അല്ല പദപദാർത്ഥ സംബന്ധത്തെ ഗ്രഹിക്കണ്ടേ ഉപമിതി വഴി? ഉപമിതി വഴി, ഉപമിതി മാത്രമല്ല, ഈ പദപദാർത്ഥ സംബന്ധം എന്നുള്ള ശക്തിയെ ഗ്രഹിക്കാൻ പല മാർഗങ്ങളുണ്ട്.
അതിലൊന്ന് മാത്രമാണ് ഈ ഉപമിതി. ടീക്കേ? അപ്പോൾ ശബ്ദത്താൽ പറയാൻ പറ്റിയെങ്കിൽ മാത്രമല്ലേ ഉപമാനത്തിലൂടെ ഉപമിതി ഉണ്ടാവത്തുള്ളൂ. അതും ശരിയാണ്. ശബ്ദഗ്രാഹ്യമല്ലാത്ത ഈ വസ്തുവിനെ പിന്നെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? അവിടെയാണ് എന്ത് വരുന്നത്? ശബ്ദപ്രമാണം. അല്ല, നിങ്ങൾ നേരത്തെ അല്ലേ പറഞ്ഞത് ഉപമിതി സ്ഥലത്ത് ശബ്ദം വേണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ശബ്ദമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് ശബ്ദത്താലും പറയാൻ പറ്റും, ശബ്ദത്താൽ പറയാൻ പറ്റാതെയും ഇരിക്കും. ഇവിടെയൊക്കെ രണ്ട് വശവും വരും. ടീക്കേ? എന്താ? ചില സ്ഥലത്ത് പറയും ശബ്ദം പ്രത്യാവർത്തി നടത്തും. ഏതിനെയാണോ ശബ്ദം പോലും ബോധിപ്പിക്കാൻ പറ്റാതെ തിരിച്ചു വരുന്നത്. ചില സ്ഥലത്ത് പറയും ശബ്ദം കൊണ്ട് മാത്രമേ അതിനെ അറിയാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ പറയും മനസ്സിനാൽ അറിയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ മറ്റു സ്ഥലത്ത് കാണാം മനസ്സിനാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇത് കുറെ ചിലപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മൾ സംസാരിച്ചില്ല എന്നും വരും. ഇതെല്ലാം പ്രമാണ സൈഡിൽ വരുന്നതാണ്. അന്നപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും കാലം എടുത്തിട്ട് മാത്രമേ ശബ്ദത്തിലൂടെയുള്ള അർത്ഥനിശ്ചയം നടത്താൻ പോലും പറ്റത്തുള്ളൂ. എന്നിട്ടല്ലേ നിരന്തര ബ്രഹ്മാകാര വൃത്തി. ആ പഠിച്ച് എടുത്ത ആളോടാണ് പറയുന്നത് നീ സർവസംഘപരിത്യാഗിയാവൂന്ന്. അതിനാണ് നിങ്ങളുടെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത്ത് തേന തെക്തേന എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ത്യാഗം എന്ന് പറഞ്ഞ സന്യാസം. ആ സന്യാസം എന്നുള്ളത് ജ്ഞാനത്തിന്റെ അംഗമായിട്ടാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ടീക്കേ? എന്ന് പറയുന്നത് അർത്ഥം ഈ ബ്രഹ്മവിദ്യ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി സന്യാസിക്ക് മാത്രമേ വരത്തുള്ളൂ. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അന്നപ്പോ സന്യാസം എന്ന് പറയുന്നത് അർത്ഥം അവിടെയാണ് പ്രശ്നമുള്ളത്. ഏഷണാത്രയ പരിത്യാഗമാണ് ഈ സന്യാസം. നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വ്യവഹാരം നടത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മാകാര വൃത്തിക്ക് ബാധ നേരിടില്ലേ? നേരിടും. അതുകൊണ്ടാണ് വ്യവഹാരം നടത്താതിരിക്കാൻ അവനോട് സർവസംഘ പരിത്യാഗം നടത്താൻ പറഞ്ഞത്. ടീക്കേ? അതായത് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ലോകേഷണ ഉദ്ദേശത്തെ ചിലർ പറയും ഇവിടെയുള്ള ലോകത്ത്. അങ്ങനെയല്ല. സ്വർഗ ഹിരണ്യഗർഭാദി ലോകത്തോടുള്ള ഇച്ഛയാണ് ലോകേഷണം. അങ്ങനെ ഒരു ഇച്ഛ ഉണ്ടെങ്കിൽ സ്വർഗത്തിനോടാണ് ഇച്ഛയെങ്കിൽ ദർശപൂർണമാസാദി യാഗം നടത്തും. ഹിരണ്യഗർഭ ലോകത്ത് പോകാനാണ് ഇച്ഛയെങ്കിൽ ശ്രുതിയിൽ പല ഉപാസനയും പറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും ലോകപ്രസിദ്ധമല്ലേ, ലോകത്തെവിടെയും ഇല്ല ഈ ഒരു ഉപാസന. ചക്ഷുവിലെ പുരുഷനും ആദിത്യ പുരുഷനും ഒന്നാകുന്നു, പ്രാണാത്മകനായിരിക്കുന്ന ഞാനാണ് സർവം എന്നിങ്ങനെ ഉള്ള ഉപാസനയാണ്. അവിടെ എല്ലാ സ്ഥലത്തും അഹങ്കാര ഉപാസന കൂടെ വേണം, എങ്കിൽ മാത്രമേ ഹിരണ്യഗർഭ ലോകത്ത് എത്തിച്ചേർന്നിട്ട് മുക്തനാകത്തുള്ളൂ. ഹിരണ്യഗർഭ ലോകത്ത് എത്താൻ അഹങ്കാര ഉപാസനയുടെ ആവശ്യമില്ല. കാരണം പഞ്ചാഗ്നി വിദ്യ അഹങ്കാര ഉപാസനയല്ല. എന്നിട്ടും പഞ്ചാഗ്നി വിദ്യ ചെയ്യുന്ന ആള് ഇവിടെ കാണുന്ന അഗ്നി അല്ല കേട്ടോ, ഇത് ചാന്തോക്യത്തിൽ പ്രതിപാദിക്കുന്ന പഞ്ചാഗ്നിയുണ്ട്. അത് ഉപാസനയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് ഹിരണ്യഗർഭലോകം വരെ പോകും, പക്ഷെ അവർ തിരിച്ചു പോരും. അവിടുന്ന് ഹിരണ്യഗർഭനിൽ നിന്ന് ഉപദേശം കിട്ടത്തില്ല. അഹങ്കാര ഉപാസകന്മാർക്ക് മാത്രം ഹിരണ്യഗർഭ ലോകത്ത് പോയാല് അവിടെ നിന്ന് ഹിരണ്യഗർഭന്റെ ഉപദേശത്താൽ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞ ബ്രഹ്മ എപ്പോഴാണോ ശരീരം വിടുന്നത് ആ സമയത്ത് സംപ്രാപ്തേ പ്രതി സഞ്ചരേ, പ്രളയം വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ആ ഹിരണ്യഗർഭന്റെ ദിനപ്രളയല്ല, അങ്ങരുടെ ആയുസ് തീരുന്ന സമയത്ത് പരബ്രഹ്മവുമായിട്ട് ഏകത്വം പ്രാപിക്കും. ഇങ്ങനെയാണ് ഉപാസനാ സ്ഥലം. അവിടെ പോലും എന്താണ് പുത്രേഷണായശ്ച വിത്തേഷണായശ്ച ലോകേഷണായശ്ച വിത്തായത ഭിക്ഷാചരൻ ചരന്തി. അവിടെ ലോകേഷണ കഴിഞ്ഞാൽ പുത്രേഷണ, പുത്രേണൈവായും ലോകോജയ്യ. പുത്രൻ ശരിക്കും പുത്രനോട് വേറെ ഒരു ലോകമൊന്നുമില്ല, ഇവിടത്തെ പ്രതിനിധിയാക്കുന്നതാണ് പുത്രനെ. അച്ഛൻ ചെയ്ത കർമ്മങ്ങളെ പുത്രനെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോകുന്നത്. ടീക്കേ? ത്വം യജ്ഞ ത്വം വേദ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കർമ്മങ്ങളും അച്ഛൻ മകനെ ഏൽപ്പിക്കും. അത് മാത്രമല്ല അച്ഛന്റെ ഉന്നത ലോകങ്ങളിലെ സ്ഥിതിയും മകന്റെ കയ്യിലാണ്. കാരണം അടുത്ത കർമ്മം അവനാണ് ചെയ്ത് മുന്നേറുന്നത്. ഇത് രണ്ടും അല്ലാതെയാണ് എന്ത് വരുന്നത്? ലോകേഷണ, വിത്തേഷണ. ഈ വിത്തത്തെ രണ്ടാക്കും. ഒന്ന് സാമാന്യമായിരിക്കുന്ന ധനം, ടീക്കേ? സുവർണം, ധനം, അതേപോലെ കൃഷിയിടം, പശു, ആ കാലത്തുള്ള ചിത്രീകരണമാണ് ഇതൊക്കെ. രണ്ടാമത്തെ ധനമാണ് ഉപാസന. അതുകൊണ്ട് ഇനി നോക്കിക്കോ, സന്യാസത്തിന്റെ സ്ഥലത്താണ് പറഞ്ഞത് ഏഷണാത്രയ പരിത്യാഗം വേണം. ആ ഏഷണാത്രയത്തിൽ ഒന്നാണ് ധനം. ആ ധനത്തെ രണ്ടാക്കിയപ്പോൾ ഒന്ന് മാനുഷവിത്തവും ഒന്ന് ദൈവം വിത്തുമാണ്, ദേവതാ സംബന്ധി വിത്തം. ഈ ദൈവം വിത്തമാണ് ഉപാസന.
അപ്പോൾ ഏഷണാത്ര പരിത്യാഗം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പെടും? ഉപാസനാ പരിത്യാഗവും പെടും. അതുകൊണ്ട് തന്നെ സന്യാസിക്ക് ഉപാസനയ്ക്ക് അധികാരമില്ലേ? ടീക്ക്. ഹാ, ഇനി ഉപാസന എന്നുള്ള കർമ്മത്തിന് പോലും അധികാരമില്ലാത്തവൻ പിന്നെ ഇവിടുന്ന് വ്യവഹാരം ചെയ്യാൻ പോയത്? ഇനി ചോദ്യമുണ്ടോ അതിന്? കാരണം ഞാനാണ് ഇവിടത്തെ ഉദാഹരണം എന്ന് വിചാരിച്ചിട്ട് ഒരു സന്യാസി വ്യവഹരിക്കണ്ട. ടീക്കേ. ശാസ്ത്രത്തിൽ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനൊത്ത് പോകാൻ ശ്രമിക്കുക. ദ്വൈതം വിശിഷ്ടാദ്വൈതം അതും ഉള്ളത് തന്നെയാണോ? അതും ദ്വൈതവും അതായത് വിശിഷ്ടാദ്വൈതവും ഒക്കെ അല്ല, എല്ലാം ദ്വൈതവും പാരമാർത്ഥികം, അദ്വൈതവും പാരമാർത്ഥികം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? പണ്ടേ ഞങ്ങള് പാരമാർത്ഥികമല്ല, അനുഭവമായിട്ട് അനുഭവസ്ഥമാവുന്നതാണെന്ന് ചോദിച്ചു. ദ്വൈതത്തിലും അല്ല, വിശിഷ്ടാദ്വൈതം നിങ്ങളുടെ അനുഭവത്തെ ആര് ചോദിച്ചു ഇവിടെ ഇപ്പോൾ? നിങ്ങളുടെ അനുഭവം പ്രമാണമാവോ? ഒരു വ്യക്തി, ഒരു ഗുരു പറയാണ് എന്റെ അനുഭവമാണ്. ഞാൻ പണ്ടേ ഇതുമായിട്ട് കുറച്ച് ബന്ധപ്പെടുത്തിയിട്ട് കഥയും പറഞ്ഞു തരാമല്ലോ, നിങ്ങൾക്ക് ഉപകരിക്കും. പണ്ട് 2000 ഞാൻ ആദ്യമായിട്ട് എവിടെയാ ഗംഗോത്രി എത്തിയ സമയത്ത് അവിടെ ഗുഹയിൽ നമ്മുടെ ഗുരുജി ഇരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് അങ്ങേരെ എനിക്ക് ഉപദേശം തരാൻ തുടങ്ങി. അതേത് ബന്ധപ്പെടുത്തിയിട്ടാണെന്നോ ഉപദേശമുള്ളത്? അങ്കുഷ്ടമാത്ര പുരുഷോ എന്നുള്ള സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ അങ്ങേര് പറയാണ്, മോനെ ഇത് എന്റെ അനുഭവമാണടാ. എന്താ അനുഭവം എന്നോ? ഈ അങ്കുഷ്ടം എന്ന് പറയാൻ മനസ്സിലായല്ലേ, തള്ളവിരൽ. അത്രയും സ്വരൂപത്തില് ഹൃദയത്തില് ആര് പ്രകാശിക്കും? പരമാത്മ പ്രകാശിക്കും. എന്നിട്ട് എന്നോട് പറയുന്നത് എന്താണോ, ഇത് എന്റെ അനുഭവമാണ് പറയുന്നത്. നമ്മൾ വിശ്വസിച്ചോളാം അങ്ങയുടെ അനുഭവത്തെ. അതും അതായത് ഇത് തന്ത്രത്തിന്റെ ഒരു ചായ്വും കൂടി അവിടെ വരാൻ പോവാണ് ഇനി. അതെങ്ങനെയാണ് പറയുന്നതെന്നോ? അതിന് നമ്മൾ കത്തുന്ന ഇതുണ്ടല്ലോ, ദീപശിഖ, ഇത് ബർണർ കത്തിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഫ്ലെയിം ഉണ്ടാവൂലേ, നീല തീനാളം, അതേപോലെയാണ് മോനെ ഇത് നിൽക്കുന്നത്. നല്ല രസമല്ലേ കേൾക്കാൻ? ഗീതയിൽ പറയുന്നത് അതെ, ഗീതയിലെ പല ശ്ലോകങ്ങളും പലരും പല വഴിക്ക് എടുത്തുകൊണ്ടുപോകും. ഇത് ആദ്യം ഭാഷ്യം പഠിച്ചു നോക്കും, ഇതെന്തുകൊണ്ടാ, ഇതിന്റെ അർത്ഥം എന്താന്നുള്ളത്. ഹൃദയത്തിൽ ബുദ്ധിയുടെ സ്ഥാനമാണ് അതായത് ഓരോ ജീവനനുസരിച്ച് മാറുന്നു പറയും. അങ്കുഷ്ടത്തിന്റെ എത്രയാണ് ആ ഹൃദയസ്ഥാനം, ആ ഹൃദയത്തിൽ അത് ബുദ്ധിക്ക് ഇരിക്കാനുള്ള സ്ഥാനം. ടീക്കേ. ഹൃദയം എവിടെയാണ്, ബുദ്ധി എവിടെയാണെന്നൊക്കെ പിന്നെ ആലോചിച്ചോ. ടീക്കേ. അപ്പോൾ ഈ ബുദ്ധിയില് നിങ്ങളെടുത്ത് ഒരു മിറർ എപ്രകാരം ഇരിക്കുന്നുവോ അതിനനുസരിച്ചല്ലേ പുറമേയുള്ള വസ്തുവിന്റെ റിഫ്ലക്ഷൻ കിട്ടത്തുള്ളൂ. അതിനെ വെളിയിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ. ടീക്കേ. അപ്പം വെളിയിലുള്ള വസ്തു റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് എത്രയും മിററിന്റെ രൂപമുണ്ടോ അത്രയിലേക്ക് അത് ഫോക്കസ് ആകത്തുള്ളൂ. ഇതേപോലെ നിങ്ങള് പരമാണുവിനെ കുറിച്ച് ചിന്തിച്ചാൽ പോലും പരമാണു പോലും അങ്കുഷ്ടമാത്ര ഭാവത്തിൽ അവിടെ പ്രകാശിക്കുക. മനസ്സിലായോ? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ, പരമാണു അതിന് രൂപമില്ല, അതിനെ കാണാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ പോലും ആ വൃത്തി പോലും എന്തായിട്ടാ ഭാസിക്കുന്നത്? അങ്കുഷ്ടമാത്ര ഭാസിക്കുക. അന്നപ്പോൾ നിങ്ങൾ പരമാത്മാവിനെ കുറിച്ച് ചിന്തിച്ചാൽ എന്തേ ഭാസിക്കത്തുള്ളൂ? ഇത്രേ ഭാസിക്കത്തുള്ളൂ. ഇനി വേറെയും പറഞ്ഞുതരാം. നിങ്ങളുടെ പരമാത്മാവ് സർവ്വവ്യാപിയല്ലേ, അവൻ ഏകനല്ലേ, അവന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ? പ്രതിബിംബിക്കത്തില്ല. ഇതെല്ലാം കൽപ്പനയാണ്. അന്നപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു തോന്നിച്ചുണ്ട്, വ്യാപകനായിരിക്കുന്ന പരമാത്മാവ് അന്ധകരണമായിട്ട് സംബന്ധിച്ച് ശരീരമായിട്ട് സംബന്ധിക്കുമ്പോൾ അവന് പരിച്ഛേദം നേരിടും എന്നുള്ളൊരു തോന്നിച്ചുണ്ട്. അതുകൊണ്ടാണ് അന്ധകരണം ഇവിടുന്ന് വിട്ട്, ലിംഗശരീരമാണ്, ലിംഗശരീരത്തിൽ 17 അംഗമുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് ഈ അന്ധകരണം. ആ അന്ധകരണം നിറബുദ്ധി, 1-2 എടുത്തോ, നിറബുദ്ധി മനഃ എന്നാ പറയും നിങ്ങൾ 17. അപ്പൊ ബുദ്ധിമനസ്വരൂപനായിരിക്കുന്ന അന്ധകരണം ഇവിടുന്ന് വിട്ട് ഇപ്പൊ സ്വർഗത്തിലേക്ക് പോവാണെങ്കിൽ അവൻ മാത്രമേ പോകത്തുള്ളൂ. അതിനോട് കൂടി ഒരു ചേതന് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? ചേതനൻ സർവ്വവ്യാപകനാണ്, അവൻ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സർവ്വവ്യാപകനായിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ അനുഭവിച്ചു എന്നും അത് അങ്കുഷ്ടമാത്ര പുരുഷനാണെന്നും അതെന്റെ അനുഭവമാണ്, അത് ഹൃദയത്തിലാണ്, ഈ തീനാളം പോലെ നീല നിറത്തിൽ കത്തി നിൽക്കുന്നു പറയണമെങ്കിൽ എത്രമാത്രം വിവരക്കേട് വേണമെന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് പൂർവ്വ ഗുരുക്കന്മാരിൽ നിന്ന് നല്ല നിലയ്ക്ക് പഠിച്ചെടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ പല ഡൗട്ടും ഉണ്ടാവും. ഡൗട്ടിന്റെ പ്രശ്നമല്ല, ഇവർ ഈ ഗൃഹസ്ഥന്മാരെടുത്ത് പോയി സംസാരിക്കുന്ന ഈ കാര്യം തന്നെയായിരിക്കും. ബോധം ഉണ്ടാവത്തില്ല, ആരെ കിട്ടിയാലും സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ സാധനം പിന്നെ സംസാരിക്കും. കാരണം അവർക്ക് അറിയത്തില്ല ഇത് ആരെടുത്ത് എങ്ങനെ സംസാരിക്കണം എന്നല്ലേ. പഠിച്ചിട്ടുണ്ടോ പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് പഠനം മുഖ്യമായി മാറുന്നത്. എന്തിനു പഠിക്കുന്നു എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. ടീക്കേ.
അനുഭവം സ്വാമി, നമ്മുടെ അനുഭവം തന്നെ അല്ലേ അതല്ലേ അല്ലേ ഈ ഉപനിഷത്തിലും ഗീതയിലും ഉപനിഷത്തിലും ബ്രഹ്മസൂത്രത്തിലൊക്കെ പറയുന്നത് നമ്മുടെ അനുഭവം തന്നെ അല്ലേ? അല്ല, നിങ്ങളുടെ അനുഭവം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ അല്ല, അനുഭവം എന്റെ അനുഭവം ആരുടെ അല്ല, അനുഭവമില്ല, ഒരു പ്രമാണവും ഇല്ല. എന്റെ അനുഭവം അല്ല, എന്റെ അനുഭവം അല്ല അല്ല. അല്ല, അല്ല ഈ ഇത് അതെ, ശാസ്ത്രജ്ഞന്മാരുടെ ഏകജീവവാദം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സൂപ്പർ വാദം കയറി വരാനുണ്ട്. ഇതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല, ഈ ഗ്രന്ഥത്തിൽ വരത്തേ ഇല്ല ഒന്നും. അവിടെ ഈശ്വരൻ പോലും ജീവൻ കൽപ്പിച്ചതാണ്, അവിടെ ഈശ്വരൻ പോലും ഇല്ല. പിന്നെന്താ പറയാ, ആരുടെ അനുഭവം? അപ്പൊ അവിടെ ചോദിക്കും എന്ത്, ഈ ശുഖബ്രഹ്മർഷിയൊക്കെ ഉണ്ടല്ലോ, അന്നേരം പറയും അത് വെറും കഥ മാത്രമാണ്. കാരണം നിങ്ങളിൽ ഭിന്നമായിട്ട് ഒരു ജീവനില്ലേ, പിന്നെ എവിടുന്ന് ശുഖബ്രഹ്മർഷി വരും? ഇത് കഥയാണോ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ടോപ്പ് ഓർഡർ വേദാന്തം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് മാത്രമാണ് അനേക ജീവവാദം ഞങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ ഒരു ജഗത്തും ഇല്ല, അനേക ജീവനും ഇല്ല. പിന്നെ എവിടുന്ന നിങ്ങളെ അനുഭവം പ്രമാണമായി വരുന്നത്? ठीक, ഇവിടെ ആരുടെ അനുഭവത്തെയും ചോദിക്കുന്നില്ല. ശാസ്ത്രം ശാസ്ത്രം പ്രമാണന്തേ കാര്യകാര്യ വ്യവസ്ഥിതവും. അനുഭവം പ്രമാണമായി കഴിഞ്ഞാലേ എനിക്കും പറയാനുണ്ടാവും, നിങ്ങൾക്കും പറയാനുണ്ടാവും. ഇത് വെച്ചിട്ടാണോ ശാസ്ത്രം സിദ്ധിക്കാൻ പോകുന്നത്? അവിടെ ഒരാളെ എടുക്കത്തില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് സോക്കാൾഡ് ഗുരുക്കന്മാരെ ഒരാളെയും കൊണ്ടുവെക്കത്തില്ല. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാരെ എടുത്തുകൊണ്ടിരാനല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മുഖ്യ വേദാന്തം സിദ്ധിക്കാനേ പറ്റത്തില്ല. ആരെങ്കിലും ഏതെങ്കിലും വഴിക്കൊക്കെ വലിച്ചുകൊണ്ടുപോകും. ഇവിടെ ആരെയും കൊണ്ടുവരാൻ പാടില്ല. അത് ശ്രദ്ധിച്ചു കൊള്ളണം. വേദാന്തം പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരിക്കലും ലോക്കൽ ഗുരുക്കന്മാരെ വെക്കരുത്. അവരുടെ പ്രമാണമേ അല്ല, അവരാരും ചോദിച്ചിട്ടില്ല. ഓക്കെ, ഋഷിമുനിമാരുടെ അനുഭവമാണല്ലോ ശാസ്ത്രമായിട്ട് പരിണമിച്ചത്. അല്ല, ശാസ്ത്രാദ്യമുണ്ട്, ശാസ്ത്ര അനാദിയാണ്. ആര് പറഞ്ഞു? അറിഞ്ഞിട്ട് എഴുതി വെച്ചത്? ആർക്കെങ്കിലും വെളിപ്പെട്ട് കിട്ടാതെ എങ്ങനെയാണ് അപൗരുഷയമാണെന്ന് പറയും തന്നെ ഇത് അറിഞ്ഞതിന് വെളിപ്പെട്ട് കിട്ടാതെ ഇതെങ്ങനെ വെളിപ്പെടണമെങ്കിൽ വസ്തു ആദ്യം ഉണ്ടാവണോ? ഉള്ള വസ്തുവാണ് വെളിപ്പെടുന്നത്, ഇല്ലാത്ത വസ്തുവാണ് വെളിപ്പെടുന്നത്? ഉള്ള വസ്തു തന്നെയാണ് ആണല്ലേ? അപ്പൊ ഇതാദ്യമില്ലേ? ആദ്യമുണ്ട്. അതിനെ നമ്മള് ഇപ്പം ഈ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലൂടെ ഒരുപാട് റേസ് ഒക്കെ പോകുന്നുണ്ട്. അതിനെ നമ്മള് ഡിഷ് വെച്ച് പിടിക്കുമ്പോഴാണ് നമുക്കത് ഡീകോഡ് ചെയ്യാൻ. ഡിഷ് വെച്ച് പിടിക്കുന്ന നേരം അതിന്റെ സിഗ്നൽ ആദ്യമേ ഇല്ലേ? സിഗ്നൽ ഉണ്ട്, പക്ഷെ അപ്പൊ ശാസ്ത്രം ഉണ്ട്, പക്ഷെ അതിനൊരു ഇതെന്തുകൊണ്ടാണ് ഈ ഡിഷ് ഋഷിമാര് ഓരോരോ കൽപ്പത്തിലും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ശാസ്ത്രത്തിന് എല്ലാ കൽപ്പത്തിലും ഒരേ രൂപമുള്ളത് മാറത്തില്ല. എന്ത് ചെയ്യാനും? അപ്പൊ ഇതാണ് ആദ്യം ഉള്ളത്. ഇതിനനുസരിച്ച് അവരുടെ ബുദ്ധിക്ക് മാറ്റം വരത്തില്ല. അവര് ശബ്ദസഹിതമായിരിക്കുന്ന അർത്ഥത്തെ ബോധിച്ചു എന്നുള്ളതാണ്. അവർക്ക് ശബ്ദത്തോടു കൂടിയുള്ള അർത്ഥത്തിന്റെ ബോധം ഉണ്ടായി. അല്ലാതെ കേവല ശബ്ദത്തിന്റെ ബോധം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് ശബ്ദം മാത്രം, പലരിപ്പം നമ്മളിപ്പം ക്ലാസ്സിൽ ഇരിക്കുന്നവരെ നമ്മൾക്ക് ശബ്ദം മാത്രം ബോധിക്കാമല്ലോ, അർത്ഥം ബോധിക്കാതെ. അങ്ങനെ ആയിരിക്കുമോ ഋഷിമാർക്കുണ്ടായത്? അവരറിയാത്ത കാര്യം തട്ടിയതായിരിക്കുമോ? അങ്ങനെയല്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. ശബ്ദസഹിതമായിരിക്കുന്ന അർത്ഥത്തിന്റെ അനുഭവം അവർക്കുണ്ട്. ठीके, അങ്ങനെയല്ല ഭവൻ. എന്താ പ്രശ്നം എന്നോ? ഈ അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് സ്മൃതിയുടെ രൂപത്തിലാണ് വരിക. ഞാൻ അറിഞ്ഞ വസ്തുവിനെ ഞാൻ എഴുതി വെക്കുക എന്ന് പറഞ്ഞാല് അതെന്റെ സ്മൃതിയാണ് എന്ന് പറയാൻ എന്റെ ബുദ്ധിക്ക് അനുസരിച്ചാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ പ്രമാണങ്ങളില് നമ്മൾക്ക് അവസാനം മുഖ്യ പ്രമാണമായിട്ട് വേദാന്തത്തെ അല്ലെങ്കിൽ വൈദിക പ്രമാണത്തെ കൊണ്ടച്ച് കെട്ടണമെങ്കിൽ അവിടെ പുരുഷമതിപ്രഭവം വെക്കാൻ പാടില്ല. പുരുഷമതിപ്രഭവം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബുദ്ധി കൊണ്ട് ഉത്പന്നമായതാണെങ്കിൽ പുരുഷന്റെ ദോഷങ്ങൾ അവിടെ വന്നു ചേരും. അപ്പോൾ നിർദുഷ്ടമാണ് വേദം എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഒഴിവാക്കാനാണ് എന്ത് പറഞ്ഞത്? ഇത് അനാദിയായിട്ടുള്ളതാണ്. പക്ഷെ ആർക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾക്കിത് കിട്ടത്തില്ലായിരുന്നു. അപ്പൊ അതിൽ ഒരു ഘടകം മാത്രമാണ് ആര്? ഋഷി. ഋഷിക്ക് ഈ ശബ്ദവും അർത്ഥവും ഒരേപോലെ ബോധിച്ചു, അവൻ കൈമാറി വന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കൈമാറി വരുന്നവർ ആദ്യം കിട്ടിയത് ഋഷിക്കാണ്. അവിടെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് ഋഷി ഉണ്ടാക്കിയിട്ട് കൊടുത്തു എന്നതിന് അർത്ഥമില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇത് ആദ്യമേ ഉള്ളതാണെന്നുള്ളത്. രണ്ടും കൂടി എന്താണ് സമ്മിശ്രിതമാക്കി മനസ്സിലാക്കുക. അപൗരുഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ഉപാധി ഉണ്ടായിരുന്നു. അതാ തത്കാലത്തെ ഋഷിമാര്. പക്ഷെ ഋഷിമാരുടെ അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം ഇതാണല്ലോ, നമ്മളുടെ അനുഭവമാണ് പറയുന്നത്. ഒരേ അനുഭവം തന്നെ എല്ലാവർക്കും വന്നിട്ട് ഒരേ അനുഭവം തന്നെ പല ഋഷിമാർക്കും ഒരേ അനുഭവം വന്ന് ക്രോഡീകരിച്ച് സംഗ്രഹിച്ചാണ് മന്ത്രരൂപത്തിലായിരുന്നു വന്നത്. പിന്നെ അത് ലിഖിതമായി ഈ മന്ത്രത്തിൽ നിന്നാണ്, മന്ത്രവും അർത്ഥവും ഒന്നിച്ചാണ് അവർക്ക് ബോധിക്കുന്നത്. അല്ലാണ്ട് അവരെ ബോധം അവർ എഴുതി വെച്ചതല്ല. പിടികിട്ടിയോ?
കാരണം കിട്ടി. സൃഷ്ടിയിലെ ആദ്യത്തെ സൃഷ്ടി ശബ്ദ സൃഷ്ടിയാണ്. അതിൽ തന്നെ നിങ്ങൾ ഈ ബൃഹത് വാർത്തികത്തിൽ പോയാൽ അവിടെ ശരിക്കും ഭാഷ്യകാരനും സുരേഷ് രാജാരും തമ്മിലുള്ള മതവ്യത്യാസം പോലും കാണാം. അതായത് സൂക്ഷ്മമായിരിക്കുന്ന ശബ്ദവും വിരാടുത്പത്തിക്ക് ശേഷം വിരാടിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുമ്പോൾ ഭാണകരോ എന്ന് കാണാം ബൃഹദാരണ്യകത്തില്. അത് വെച്ചിട്ട് സ്ഥൂല ശബ്ദ സൃഷ്ടിയും പറയുന്നുണ്ട്. പക്ഷേ വാർത്തികത്തില് സൂക്ഷ്മ ശബ്ദ സൃഷ്ടിയെ മാനിക്കുന്നില്ല, സ്ഥൂല ശബ്ദ സൃഷ്ടിയെ മാനിക്കുന്നുള്ളൂ. അന്നപ്പോൾ ഈ ശബ്ദം എന്നുള്ളത്, അതായത് ബേസിക് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ സത്കാര്യവാദികളാണ്. സത്കാര്യവാദിയെ സംബന്ധിച്ച് ഒരു വസ്തുവും പുതിയതായിട്ട് ഉത്പന്നമാകത്തില്ല, എല്ലാം അനാദിയായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ? അനിർവചനീയമായിട്ട് അനാദിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശബ്ദങ്ങൾക്ക് ആദ്യം ഉള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ബുദ്ധിയിൽ കൂടെ പ്രകാശിപ്പിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതെ അതെ, അവിടെയാണ് മാറ്റുന്നത്. സംഗതി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ശബ്ദവിശിഷ്ടമായിരിക്കുന്ന അർത്ഥത്തിന്റെ ബോധം അവർക്കുണ്ടായി. അന്നപ്പോൾ ആ ശബ്ദം അവർ പകർന്നു കൊടുത്തു. അതല്ലാതെ ഋഷിക്ക് പുതിയൊരു അർത്ഥം ബോധിച്ചിട്ട് അങ്ങേര് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ഇതിന് അർത്ഥമില്ല. ഇപ്പൊ ന്യൂട്ടൻ ആപ്പിൾ വീണെന്ന് പറഞ്ഞിട്ട് അത് ആദ്യ ജഗത്തിൽ ഉണ്ടായിരുന്നതാണ്. ആപ്പിൾ വീണില്ലേ? ആപ്പിള് കണ്ടപ്പം ബുദ്ധിയിൽ ഉദിച്ചു എന്നല്ലാണ്ട് അത് ആദ്യം കണ്ടുപിടിച്ചതല്ല. മറ്റേ ലോകത്തിൽ ഉണ്ടായിരുന്നത് അവർക്ക് ബുദ്ധിയിൽ പ്രകാശിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെ? അതെ അതെ അതെ, അതാണ് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണോ? ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, സത്കാര്യവാദികളിൽ തന്നെ മതഭേദം ഉണ്ടെന്നുള്ളത്. അത് കുറെ നമ്മളിത് പെട്ടെന്ന് ഒരു ദിവസത്തെ ക്ലാസ്സിലൊന്നും പിടികിട്ടൂല. കുറെ കാര്യം അപ്പുറം ഇപ്പുറം ഒക്കെ പറഞ്ഞു തന്നാലേ ഇതിന്റെ ഉള്ളിലേക്ക് കയറി മനസ്സിലാകത്തുള്ളൂ ഏത് വഴി കൊണ്ടുപോകണം എന്നുള്ളത്. ഒറ്റ ബുദ്ധിയിൽ കാര്യം നടക്കത്തില്ല. ടൈം എടുത്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. കാരണം എന്താണ് പറഞ്ഞത് കറക്റ്റാന്ന് പറയാ. ചില ഭാഗത്തിന് ചിലപ്പോൾ നമുക്ക് തെറ്റ് വരാം. പക്ഷെ അതല്ല, കാലം ഇത്രയും എടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്നപ്പോൾ ഇതിന്റെ ഒരു മോഡുലേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ കൊണ്ടുപോകണം. കാരണം ഈ ലോകത്ത് സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്തില്ല, ഞാനാണ് പ്രമാണം, അല്ലാണ്ട് ശബ്ദമല്ല പ്രമാണം. പക്ഷെ ഇവിടെ ശബ്ദം പ്രമാണമാക്കിയിട്ട് ഞാൻ ഗൗണമാണ്. ഇവിടെ ഞാനെന്ത്, ഇപ്പോൾ ഒരു ഋഷി അവിടുത്തെ ടൂള് മാത്രമാണ്, ശബ്ദം മാത്രമാണ് പ്രമാണം. നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മിഥ്യയാണ്. താൻ ബ്രഹ്മാകാര വൃത്തി വരെ മിഥ്യയാണ്. എന്നിട്ടാണ് അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. മിഥ്യയാണെങ്കിൽ പിന്നെ ഇവിടെ വേറെ ആൾക്ക് കർമ്മമില്ല, എല്ലാം മിഥ്യയാണെങ്കിൽ പിന്നെ കർമ്മമുണ്ടോ? അത് മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം ബോധിക്കാത്തതിന്റെ പ്രശ്നമാണത്. ഇത് നിങ്ങൾ മാത്രമല്ല കേട്ടോ, എന്റെ കൂടെ പഠിച്ചത് എനിക്ക് കണ്ടുമുട്ടുന്ന പലരും ഇതുമായിട്ട് ഉടക്കും. നമ്മൾ ഇതിനെപ്പറ്റി നന്നായിട്ട് ചർച്ച ചെയ്യാം. അതായത് പ്രാരബ്ധം എന്നുള്ള സാധനം അങ്ങോട്ട് തുടച്ചാലും പ്രാർത്ഥിച്ചാലും ഒന്നും പോകുന്ന സാധനം അല്ലത്. അന്നിപ്പോ ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണ് പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നുള്ളതാണ്. ഒന്നും ചെയ്യണ്ട എന്നാണ് പ്രാരബ്ധമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തിട്ടും ഫലം കിട്ടാതിരിക്കാനാണ് പ്രാരബ്ധമെങ്കിൽ അങ്ങനെ തന്നെ. ചെയ്യാതെ ഫലം കിട്ടാനാണ് പ്രാരബ്ധമെങ്കിൽ ചെയ്യാതെ തന്നെ ഫലം കിട്ടും. ചെയ്തിട്ട് ഫലം കിട്ടും. ഇതിന് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രാരാബ്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പം സംഭവം എന്നല്ല, ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നില്ലേ, ഞാനിപ്പോ തിരിച്ചും പറയുന്നില്ലേ, ഇതെല്ലാം കേട്ടോ. രാക്ക് ദീർഘമില്ല. പ്രകർഷണ ആരബ്ധം പ്രാരബ്ധം എന്നേ ഉള്ളൂ. നമ്മൾ മലയാളികളാണ് ഒരു ദീർഘം ഇട്ട് കൊടുത്തത്, കൈന്നിട്ടതാണത്. രബുധാതുവാണ്, പ്രാരബ്ധം എന്നേ ഉള്ളൂ. അല്ല, കുറെ ഐഡിയാസേ നമ്മളിങ്ങനെ മാറ്റി. കാരണം ഈ ഒരു വൈദിക സമ്പ്രദായം നമ്മൾക്ക് പലപ്പോഴും അപ്രാപ്യമായി പോകുന്നുണ്ടല്ലോ. സംസാരിക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ നിന്നിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തികളെ മുച്ചോട് മുടിച്ചു കളയുന്നത്. കാരണം പ്രശ്നക്കാരാണ് വ്യക്തികൾ. അപ്പൊ എന്തൊക്കെ നിങ്ങൾ എന്നാ പിന്നെ നിങ്ങളും വ്യക്തികൾ, നിങ്ങൾ പഠിപ്പിച്ച് ഞാൻ പഠിക്കണമെന്ന് അതല്ല. എവിടെയാണ് വ്യക്തി കൊടുക്കുന്നത്? പ്രമാണത്തെ ആയിരിക്കണം, ശാസ്ത്രത്തെയാണ് കൊടുക്കേണ്ടത്. സ്വന്തം കയ്യിൽ നിന്ന് ഒന്നും ഇടാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മൾക്ക് ഈ പറഞ്ഞ് ശരിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ശ്രുതി ലിംഗ വാക്യ പ്രകടന സ്ഥാന സമാഖ്യ എന്നിങ്ങനെയുള്ള ലിംഗങ്ങളിലൂടെ അർത്ഥനിശ്ചയം നടത്തുന്നത്. കേട്ടിരിക്കാനേ ഇരുന്നു, കേട്ടിരുന്ന് പിന്നെ മലയാളിയോട് പ്രത്യേകിച്ച് പറയണം, നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നോ, പക്ഷേ കേറി ഒരു മേച്ചിലൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഞാൻ ഒരു ലെവലിലല്ലേ നിൽക്കുന്നുള്ളൂ. അതേപോലെ ചോദ്യം ചോദിച്ച് ഇങ്ങനെ പോയാൽ ഒരു പറയുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിൽ ഒരു റിലേഷൻ വരാനുണ്ട്. ഒരു സിംഗിൾ ആയിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം കറക്റ്റായിട്ട് ഓടത്തുള്ളൂ. ഇത് എന്റെ കയ്യിലുമല്ല, നിങ്ങളെ പരമാത്മാവാണ്. ഞാനിതിൽ ജസ്റ്റ് വേർഡ്സ് അതിനെ എടുത്തിട്ട് സെന്റൻസിന്റെ അർത്ഥം പറഞ്ഞു തരുന്നത് മാത്രം. അത് തലേ കയറേണ്ടത് നിങ്ങളെ പുണ്യത്തിനനുസരിച്ച്. അതിന് നിങ്ങളെ പ്രാർത്ഥന സഹായിക്കട്ടെ, നിങ്ങൾ പരമാവധി ശ്രമിക്കുക എന്ന് മാത്രം. കുറെ കാലം എടുക്കും വേദാന്തത്തിന്റെ ഒരു ചുറ്റുപാട് പിടികിട്ടാൻ.
ഒരു ദിവസം ഞാൻ സ്വാമിയോട് ചോദിച്ചപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചത് മണ്ഡലേശ്വര കൈലാസ് മണ്ഡലേശ്വര അങ്ങനെ പറഞ്ഞിട്ട് ഇത് 2 വർഷം പഠിച്ചാല് മനസ്സിലാക്കാൻ തുടങ്ങാന്നാ പറഞ്ഞത്. 2 വർഷം പഠിച്ച വ്യക്തിക്ക് 2 വർഷത്തിന് ശേഷം മനസ്സിലാക്കാൻ തുടങ്ങാൻ. അപ്പൊ ആദ്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യവും ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചുറ്റുവട്ടം മൊത്തം മനസ്സിലാവും ഇതെങ്ങനെയാ പോകുന്നതെന്നുള്ളത്. അതിനുശേഷം 2ാമത് പഠിച്ച കറക്റ്റ് മനസ്സിലായത് എങ്ങോട്ടൊക്കെ എനിക്ക് കൊണ്ടുപോകുന്നുള്ളത്. അതുകൊണ്ട് പലവട്ടം പഠിച്ചു കയറ്റേണ്ടി വരും ഒരു ഗ്രന്ഥം പോലും. ഓക്കെ, ഇതിന്റെ പിറകെ കൂടുക എന്നുള്ളതാണ് പറ്റത്തുള്ളൂ. പിന്നെ ഇവനായിട്ട് അവന്റെ സ്വരൂപം വെളിപ്പെടുത്തി തരും. ഈ പൂർണ്ണം എന്ന് പറയുന്നത് ബ്രഹ്മമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും പൂർണ്ണമായിട്ടുള്ളതില്ലേ? ഇപ്പൊ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞത്? ബ്രഹ്മമാണ് പൂർണ്ണമായിട്ടുള്ളത് എന്നാ പറഞ്ഞത്. അല്ല അതല്ല. അത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ചോദ്യം വരത്തില്ലായിരുന്നു. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് വസ്തു ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദ്യത്തിന് വസ്തുവിനെ എടുത്തുകൊണ്ട് വരും? ഇപ്പം നമ്മൾ എടുത്തിരുന്ന ക്ലാസ്സിൽ അവിടെ സ്റ്റിക്ക് ഓൺ ആവുക എന്നല്ലാതെ എക്സ്ട്രാ നിങ്ങൾ ചിന്തിച്ച് വേറെ ആക്കി പോയാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൈ ഉയർത്തിയിട്ട് വാക്കിലൂടെ പോകാൻ ശ്രമിക്കുക. അതല്ല, നമ്മൾ ആദ്യമേ കുറച്ച് ചോദ്യം വെച്ചിരിക്കും ടൈമിനിടാൻ. ഇത് നിങ്ങൾക്കാണ് നഷ്ടം വരിക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് വസ്തു ഇല്ല. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് തോന്നി വേറെ വസ്തു പൂർണ്ണമാവത്തില്ല എന്നുള്ള ചോദ്യം? അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഈ സമർപ്പിച്ച കാര്യം തലയിൽ കയറിയില്ല എന്നർത്ഥം. ദൈവം മാത്രമാണ് പൂർണ്ണമായതുള്ളത് എന്നല്ലേ? ഭഗവാനാണ് പൂർണ്ണമായതുള്ളത് എന്നല്ലേ? അത് ഇതിൽ പഠിച്ചത് കൊണ്ട് ചോദിച്ചതാണ് ഞാൻ. പ്രപഞ്ചത്തിൽ മറ്റുള്ള പൂർണ്ണമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ എന്ന് പഠിച്ചത് കൊണ്ട് ചോദിച്ചതാണ്. പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? പ്രപഞ്ചത്തിൽ എന്ന് പഠിച്ചു അല്ലേ? പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ നമ്മളിപ്പോ ജീവിക്കുന്നത് ഈശ്വരൻ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ എന്നാണ് പഠിച്ചത്. അല്ല, പ്രപഞ്ചത്തിൽ ഈശ്വരൻ മാത്രമല്ലേ പൂർണ്ണമെന്നല്ലേ പഠിപ്പിച്ചത്? പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ എന്റെ ഇതായിട്ട് പറഞ്ഞതാ ഈശ്വരൻ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ. അപ്പൊ ഈ വസ്തുക്കൾ എന്താണ് കാണുന്നതൊക്കെ? ഈ പ്രപഞ്ചം എവിടെ പോകും? അത് അപൂർണമെന്നല്ലേ പറയുന്നത്? പിന്നെ ഇതല്ലേ ഞാൻ പറഞ്ഞത്. അതിന് ചേച്ചി ആദ്യം പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 2ാമതൊരു വസ്തു ഇല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചം എവിടുന്നോ നിങ്ങൾക്ക് ചോദിക്കാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കയ്യിലുള്ള സംഭവമൊക്കെ സൈഡ് വെച്ചിട്ട് ഇത് അദ്വൈത വേദാന്തമാണ്, ഭാഗവതല്ല. ഭാഗവതത്തിന്റെ കഥയൊന്നും ഇവിടെ കിട്ടത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ അത് പിടിച്ചെടുക്കാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ കുറച്ച് ടൈം എടുത്ത് അതിലേക്ക് കയറാം. അതല്ല, കയ്യിലുള്ള ലോഡ് താഴെ ഇറക്കാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ദ്വിതീയമായിരിക്കുന്ന ഒരു വസ്തു ഇല്ല. പിന്നെ എവിടുന്നാണ് വേറെ ഒന്ന് പൂർണ്ണമല്ലേ എന്നുള്ള ചോദ്യം വന്നത്? അതായത് വസ്തുപരിച്ഛേദം, കാലപരിച്ഛേദം, ദേശപരിച്ഛേദം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ തന്നെ പാടാം. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൂള് നൈയായികന്റെ ടൂളാ. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദ്യമേ തയ്യാറായിട്ടുണ്ട് ഭാഗവതത്തിലെ ചോദ്യം ചോദിക്കണമെന്ന്. പിന്നെ എവിടുന്ന കാര്യം മനസ്സിലാവുക? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് മലയാളികൾ സ്വന്തം അത് നിർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. വലിയ പ്രശ്നം. എനിക്കുണ്ട്, ഞാനും സ്വാമി എടുത്ത് പോകുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യം. നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യത്തിന് വേണ്ടി നിൽക്കുക, എങ്കിലും ഈ കാര്യത്തിലൂടെ പോകാം. വേറെ ഒരു സാധനം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കരുത്. കാരണം ഈ ടിപ്പണി വെച്ചിട്ടുള്ള അദ്വൈത വേദാന്തത്തിന്റെ ടീച്ചിങ് ഇത് നോർത്ത് ഇന്ത്യയിലുള്ളതുപോലെ കേരളത്തിലില്ലേ ഇല്ല. അപ്പം ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? അന്യോന്യഭാവപ്രതിത്വം, അത്യന്തഭാവപ്രതിത്വം. ഇതൊന്നും സാമാന്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല, മനസ്സിലാവത്തില്ല. പക്ഷേ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കിടന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ നൈയായികന്റെ ടൂൾസ് ഇവിടെ കൊണ്ടുവച്ച് പറഞ്ഞു തരുന്ന നേരം അതിൽ മെനക്കേടേണ്ട ബുദ്ധി നമ്മൾ ആദ്യമേ തയ്യാറായതിലേക്ക് മെനക്കെട്ടിട്ട് നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായതല്ലേ അത്? അവിടെ സമയം പോയി എന്നല്ലാതെ എന്ത് നേട്ടമുണ്ട്? അതിലെന്താണ് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. അപ്പോൾ നമ്മൾ പഠിച്ചു മാറ്റി വെച്ചിട്ട് കേവലനായിരിക്കുന്ന ഒരു ബ്രഹ്മമേ ഉള്ളൂ എന്നാ പറയുന്നത്. 2ാമതൊരു വസ്തു ഇരിക്കത്തില്ല. അപ്പം പറയുന്ന താനെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കൽപ്പിതം, നിങ്ങളും കൽപ്പിച്ചത്. ഇതിൽ എല്ലാറ്റിലൂടെ അനുസ്യൂതനായിരിക്കുന്ന ഒരു ബ്രഹ്മത്തിൽ നമ്മളെല്ലാം അധ്യസ്ഥമായതുകൊണ്ട് അധ്യസ്ഥ വസ്തുവിന് അധിഷ്ഠാന വസ്തുവിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു സത്ത ഇല്ലാത്തത് കൊണ്ട്, അതായത് കയറിൽ കൽപ്പിക്കപ്പെട്ട വസ്തുവിനാണ് നമ്മൾ അധ്യസ്ഥ വസ്തു എന്ന് പറയാം. അപ്പൊ കയറിൽ കൽപ്പിച്ചിരിക്കുന്ന സർപ്പത്തിന് കയറിൽ നിന്ന് ഭിന്നമായിട്ട് അസ്തിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ കയറെടുത്തു കളഞ്ഞാലും സർപ്പം അവിടെ തന്നെ തന്നെ. എപ്രകാരം? കയറിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഘടം കയറെടുത്തു കഴിഞ്ഞാൽ ഘടം അവിടെ തന്നെ ഇരിക്കും. ഇതേപോലെ കയറിൽ നിന്ന് ഭിന്നമായിട്ട് സർപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കയറിനെ എടുത്തു മാറ്റിയാലും സർപ്പം അവിടെ ഇരുന്നേനെ. ഇപ്പൊ കയറെടുത്ത് മാറ്റിയാൽ സർപ്പം ഇരിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് കയറിൽ നിന്ന് ഭിന്നമായിട്ട് സർപ്പം ഇല്ലേ. പിന്നെ കണ്ടത് കൊണ്ടത് മിഥ്യ. ഏത് അസത് ഭാസമാനം തൻ മിഥ്യ. ഇല്ലാഞ്ഞിട്ടും കാണുന്നുണ്ടെങ്കിൽ മിഥ്യ.
കണ്ടതൊന്നും വാസ്തവമല്ല. മിഥ്യാവസ്തു എന്താ? ഒരിക്കലും ഇല്ലായിരുന്നു. പിന്നെ കാണുന്നതോ? അതാ എന്റെ അജ്ഞാനം കൊണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഈ അജ്ഞാനത്തെ മാറ്റി കിട്ടണം. മാറി കിട്ടിയാലോ ഒന്ന് മാത്രം ഇരിക്കും. ഏതുപോലെ? സർപ്പത്തിലെ ഭ്രമം മാറിയപ്പോൾ കയറ് മാത്രം ഇരുന്നത് പോലെ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഒരേ വസ്തു ഉള്ളെന്ന് മനസ്സിലാക്കേണ്ട ഇടയ്ക്ക് പിന്നെയും തുടങ്ങുകയാണ്. ആ കയറിൽ പിന്നെ വന്നപ്പോൾ കയറ് പൂർണ്ണമാണോ സ്വാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ അല്ല, ഇപ്പൊ കയറിലിരിക്കുന്ന സർപ്പം പൂർണ്ണമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കണം. കാരണം ആ ശ്ലോകം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്കതിങ്ങനെ വായിച്ച സമയത്ത് എന്റെ പുസ്തകത്തിലുള്ള ഒരു ശ്ലോകങ്ങളൊക്കെ ഉള്ള പുസ്തകത്തിലുണ്ട്. പൂർണ്ണമതം പൂർണ്ണവിധം പൂർണ്ണം ഭവിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം അന്വയം വായിച്ച സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ ഈ പൂർണ്ണമതം പൂർണ്ണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെന്താണ് ഈ പൂർണ്ണം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇതിപ്പോ മനസ്സിലാകാൻ പാട് തന്നെയാണ്. ठीक है, കുറെ ടൈം എടുക്കും. വേദാന്തത്തിന്റെ ഒരു പൂർണ്ണമായിട്ടില്ല. പൂർണ്ണത്തിന്റെ അല്ലത്. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അദ്വൈതസിദ്ധി എടുക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ചവര് ആണ് അതിൽ പലരും ക്ലാസ് കയറിയിരിക്കുന്നത്. എന്റെ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്നത് എന്റെ ഗുരുഭായിമാരാ. എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല മെനക്കേട്. ഇപ്പം 15 വർഷം കഴിഞ്ഞിട്ട് സാക്ഷി ആരെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ സാക്ഷിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കുട്ടികളോട് പറയുന്നതാ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം എന്നല്ലാതെ മനസ്സിലാവാത്തത് ഒരു ദോഷമല്ല. കാരണം സാക്ഷി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ടെറിഫിക് ആണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ അതങ്ങനെയാണ്. പഠിച്ചു പോടും, അന്നേരം മനസ്സിലാവും എന്തുകൊണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാല് അവിടെ പഠിച്ച അത്രയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. അടുത്ത ചോദ്യം വന്നാൽ പിന്നെ ഉത്തരം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും അതിന്റെ ഡെപ്തിൽ പഠിക്കാൻ പറ്റണം. അതിന് വലിയൊരു സമയം എടുക്കും. ടീക്കേ, പഠിച്ചുകൊണ്ടിരിക്കുക അമ്മ, ഇതെല്ലാം വന്നു കയറും. ടീക്കേ, ഞാൻ പണ്ട് സ്വാമിയോട് ചോദിക്കായിരുന്നേ, സ്വാമി ഇപ്പൊ ഈശാവാസം എടുത്തു കഴിഞ്ഞാൽ ഇതിലില്ലാത്ത കുറെ സാധനം കയറി വരും. ഞാനൊരു ചോദിച്ചല്ല സ്വാമി, ഇതൊന്നും ബുക്കിലില്ല, അതെവിടുന്ന? അവനോട് പറഞ്ഞു, നീ പഠിച്ചുകൊണ്ട് ഇതൊക്കെ വരും. പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് മറ്റുമാണ് ഞങ്ങൾ അദ്വൈത സിദ്ധി പഠിക്കുന്നത്. അപ്പൊ അദ്വൈത സിദ്ധിയിലാണ് ഇതിന്റെ ഒട്ടുമിക്ക സാധനവും. ഇവിടെ മിക്സ് ചെയ്യേണ്ട, ഫിക്സ് ചെയ്യാൻ വേണ്ടി, പങ്ക്തി ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന പല സാധനവും അദ്വൈത സിദ്ധിയുടെ സാധനമായിരിക്കും. ടീക്കേ, അത് വെച്ചിട്ടാണ് എല്ലാ ശാസ്ത്രവും. ഇപ്പം എന്താണ് അന്യോന്യ ഭാവപ്രതിത്വം, അത്യന്ത ഭാവപ്രതിത്വം, ഇത് നൈയായികന്റെ ശബ്ദപ്രയോഗത്തെ ഉൾക്കൊണ്ടും കൊണ്ട് അദ്വൈത സിദ്ധാദി ഗ്രന്ഥങ്ങളിലുള്ള സാധനമാണ്. ഇപ്പൊ ഇങ്ങനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വസ്തുവിനെ മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ ഭാഗവതം പഠിച്ചോ, പക്ഷെ അതെടുത്ത് വീശിയേക്കരുത്. നമ്മൾ വിഷയൊന്നുമില്ല ഒക്കെ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥന. ടീക്കേ, ഇത് മനസ്സിലാക്കണേ. അതേപോലെ മെനക്കേടുക. നമ്മളിത് യൂട്യൂബ് കയറ്റിയിടല്ലോ ക്ലാസ്. അപ്പൊ അത് പലവട്ടം കേട്ട് നോട്ട് തയ്യാറാക്കി ചിലപ്പോൾ പഴയത് വെട്ടി പുതിയ എഴുതേണ്ടി വരും. സുഹൃത്തുക്കളെടുത്ത് സംസാരിക്കുക, എന്നിട്ട് ചോദിക്കുക, ചോദ്യം ഇതിലിടാം. ടീക്കേ, പ്രശ്നമല്ല. ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഇട്ടോ നിങ്ങൾ, നമുക്ക് അതിനനുസരിച്ച് ഉത്തരം ചെയ്ത് പോകാം. നമസ്തേ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.